നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രവചന ഭാഗങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് നമ്മൾ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, അനേകർ കഴിഞ്ഞ ഒരാഴ്ച തന്നെ എനിക്ക് തോന്നുന്നത് ഇത്രയും ദൈർഘ്യമേറിയ പ്രസംഗമാണെങ്കിൽ പോലും 2 മണിക്കൂറിൻ്റെ അടുത്ത് പ്രസംഗം ഉണ്ടെങ്കിൽ പോലും ഒരു 7000 പേരോളം വെളിയാളുകൾ കേൾക്കുന്നുണ്ട്. അതിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രിസ്തേതരരും അക്രൈസ്തവരും ഇസ്ലാമിക സഹോദരങ്ങളാൽ പോലും ചിലരെന്നെ വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ചിലർ വിളിച്ചിരുന്നു. അവർക്കിതെല്ലാം അറിയാൻ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട്. പുതിയ ആളുകൾ പലരും ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ സ്ഥിരമായി കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും പുതുതായി കേൾക്കുന്നവർക്ക് വേണ്ടി അവരെ ക്ഷമിക്കുക. കാരണം സമയം തീർന്നു, ഇനിയൊന്നും ഇതിനൊന്നും സമയം കിട്ടത്തില്ല, എല്ലാം ബ്ലോക്കാകുന്നൊരു സമയം വരാൻ പോവുകയാണ്. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിപ്പിൻ എന്നാണ്. ഇത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലെ സ്വർഗത്തിലെ ഇരിപ്പിടങ്ങളും വിശുദ്ധന്മാർക്ക് അല്ലെങ്കിൽ മനുഷ്യർ കൊടുക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, യോഹന്നാൻ അപ്പോസ്തലൻ ശിഷ്യന്മാരിൽ 12 പേരിൽ ഏറ്റവും ഇളയ സഹോദരനായിരുന്നു. ചരിത്രം പറയുന്നത് 14 വയസ്സുള്ളപ്പോഴാണ് യേശുവിൻ്റെ കൂടെ കൂടിയെന്നാണ്. മരിക്കുമ്പോൾ 17 വയസ്സ്. പത്രോസിന് 28 വയസ്സിലാണ് പത്രോസ് പിൻപറ്റിയെന്നാണ് ഒരു ചരിത്രകാരൻ പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടി 28ഉം 14. അപ്പോൾ നേരെ ഇരട്ടി. എനിവേ, അപ്പോൾ മറ്റപ്പോസ്തലന്മാരെല്ലാം AD 65-നും 70-നും ഇടയ്ക്ക് മരിക്കുമ്പോൾ യോഹന്നാനെ ദൈവം കാത്തു സൂക്ഷിച്ചു. അന്നത്തെ റോമൻ ഗവൺമെൻറ്റിൻ്റെ പീഡനത്തിൽ പലരും ഇരയായി മരിച്ചെങ്കിലും യോഹന്നാൻ അപ്പോസ്തലനെ 95-ാമത്തെ വയസ്സിൽ താൻ ഏഷ്യയുടെ സഭയുടെ ഒരു വലിയ മൂപ്പനായി ഇരിക്കുന്ന കാലത്തിൽ തന്നെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ പിടിച്ചുകൊണ്ടുപോയ സമയത്തിൽ അതിനു മുമ്പാണ് പത്രോസിനെയും പൗലോസിനെയും റോമിൽ വെച്ച് കൊന്നുകളഞ്ഞത്. പൗലോസിനെ നമുക്കറിയാം, തീമോത്തിയോസിൽ ആ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. പത്രോസിൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ പൗലോസിനെ കൊന്നതിന് ശേഷം, പലരെയും കൊന്നതിന് ശേഷം പത്രോസിനെയും പിടിപ്പാൻ റോമൻ കൈസർ കൽപ്പന ഇട്ടു. ആ കാലങ്ങളിൽ റോമിൽ വെച്ച് പത്രോസ് അവിടെ ഏറ്റവും പ്രധാന മൂപ്പനായിട്ടുള്ള സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ജനത്തെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പലരെയും കൊന്നതുകൊണ്ട് വിശ്വാസികളും സഭാമൂപ്പന്മാരും പത്രോസിനോട് പറഞ്ഞു, ഇനി നീയെങ്കിലും, പൗലോസോ പോയി, നീയെങ്കിലും അവശേഷിക്കുന്ന, അതുകൊണ്ട് റോമിൽ നിന്ന് യെരുശലേമിലേക്ക് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസ് പലരുടെയും നിർബന്ധം മൂലം റോമിൽ നിന്ന് യെരുശലേം നോക്കി രഹസ്യമായി യാത്ര ചെയ്യുന്ന സമയത്തിൽ താൻ വഴിമധ്യേ വെച്ചൊരു ദർശനമല്ല, തൻ്റെ ഒരു കാഴ്ച കാണുകയാണ്. ഒരു മനുഷ്യൻ കുരിശും ചുമന്നുകൊണ്ട് യെരുശലേമിൽ നിന്ന് റോമിലേക്ക് വരുന്നത് പോലെ കാണുകയാണ്. പെട്ടെന്ന് ഈ പത്രോസ് ഈ മനുഷ്യനോട് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു. കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന ആളോട് ചോദിച്ചു, എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. ഞാൻ റോമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് ചോദിച്ചു. എൻ്റെ ജനം അവിടെ കഷ്ടം അനുഭവിക്കുകയാണ്, പലരും അവിടെ മരിക്കും, ഞാനും എൻ്റെ ജനത്തോടുകൂടി ഒരിക്കൽ കൂടി അവരോട് മരിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് കാര്യം മനസ്സിലായി, യേശുവാണെന്ന് മനസ്സിലായി. യേശുവിൻ്റെ കാൽക്കൽ വീഴുകയും, യേശുവിൻ്റെ കാൽക്കൽ വീണ പത്രോസ് ആ കുരിശ് താൻ തൻ്റെ തോളയിലെടുത്തുന്നതാണ്. അത് ഒറിജിനൽ കുരിശല്ല, നമുക്കറിയാമല്ലോ. അങ്ങനെ വീണ്ടും താൻ റോമിലേക്ക് വന്ന് പിടികൊടുത്തു. അങ്ങനെ റോമൻ ഗവൺമെൻറ് തന്നെ ക്രൂശിക്കാൻ പിടിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞു, എൻ്റെ ഗുരുനാഥനെ, എൻ്റെ ദൈവമായ കർത്താവായ യേശുവിനെ നിങ്ങൾ ക്രൂശിൽ തറച്ചതുപോലെ തറയ്ക്കാനുള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് അവൻ്റെ പാദത്തെ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ് എന്നെ തലകീഴായി ക്രൂശിക്കണമെന്ന് പത്രോസ് ആവശ്യപ്പെടുകയും അങ്ങനെ പത്രോസിനെ ക്രൂശിക്കുകയും ചെയ്തു. ആ കാലങ്ങളിൽ എത്രയോ വിശ്വാസികളെ, വേലക്കാരെ സിംഹത്തിനും മൃഗങ്ങൾക്കെല്ലാം ഇട്ടുകൊടുത്തു, തോലിന്മേൽ വരിഞ്ഞു മുറുക്കി മെഴുകു പോലെ കത്തിച്ച കാലങ്ങളാണ്. പക്ഷെ അവരാരും വിശ്വാസത്തിൽ ക്ഷണിച്ചില്ല, നല്ലൊരു ഉയർപ്പിന് വേണ്ടി. അങ്ങനെ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. പ്രിയരെ, നാം ഈ അവസാന കാലത്തിൽ വരുമ്പോൾ ഈ ലോകത്തിൽ സുഖത്തിൻ്റെ പുറകെ ഓടരുത്. കാലം തുറന്നിരിക്കുകയാണ്. ജീവിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് സത്യത്തിൻ്റെ സാക്ഷികളായിട്ട് നാം മരിച്ചാൽ നമ്മൾ ഭോഷന്മാരല്ല. നമ്മൾ ഈ കാലങ്ങൾ കേട്ടല്ലോ, 1000 വർഷ ഭരണം ഭൂമിയിൽ തന്നെ ഉണ്ട്, പിന്നെ നിത്യതയും. അപ്പോൾ 1000 വർഷ ഭരണവും ഹർമദോൻ യുദ്ധത്തെക്കുറിച്ചെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി
പലരും എന്നോട് വിളിച്ചു ചോദിച്ചു, ആ 4-ാം അധ്യായം ഒന്ന് വിവരിക്കാവോ? പലരും പല രീതിയിൽ പറയുന്നല്ലോ, അതുകൊണ്ട് ഭാഷ കാര്യത്തിൽ ഒന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് പലരും ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. 4-ാം അധ്യായം ഒന്ന് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കാം. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ. അപ്പോൾ ഇത് യോഹന്നാന് കാണിക്കുന്നുള്ള ദർശനമാണ് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഏകദേശം 35 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 30 വർഷത്തിന് ശേഷം, യോഹന്നാൻ എന്ന വൃദ്ധരായ മനുഷ്യനെ ഈ റോമൻ ഗവൺമെൻറ് തപ്പിപ്പിടിച്ച് ഏഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന, ഏഷ്യ നമുക്കറിയാമല്ലോ, ഏഷ്യയിലെ സഭകളെല്ലാം ഇന്നത്തെ ഗ്രീക്ക് അല്ലെങ്കിൽ തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന പ്രശാന്ത സ്ഥലങ്ങളൊക്കെയാണ്, പ്രാന്തപ്രദേശങ്ങളിലാണ് അന്നത്തെ ഏഷ്യയിൽ 7 സഭകളും കിടന്നത്. അപ്പോൾ ആ സ്ഥലത്തിൽ വലിയൊരു കാർന്നവരായിട്ട് ഇരിക്കുന്ന ഈ വയസ്സനായ മനുഷ്യനെ അവസാനത്തെ അപ്പോസ്തലനെ രക്തസാക്ഷിയാക്കാൻ വേണ്ടി റോമൻ ഗവൺമെൻറ് പിടിച്ച് റോമിൽ കൊണ്ടുവന്ന വെസ്പീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കാലത്താണ്. ആ സമയത്ത് ഇദ്ദേഹത്തെ പല രീതിയിൽ കൊല്ലാൻ ശ്രമിച്ചിട്ടും താൻ മരിക്കുന്നില്ല. ഒരു ശക്തി അതിൽ നിന്നെല്ലാം തന്നെ വിടുവിക്കുകയാണ്. അവസാനം ചക്രവർത്തി കൽപ്പനയിട്ട് ഈ മനുഷ്യനെ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചോളാൻ പറഞ്ഞു, എങ്കിലേ ചാകത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ കിടന്നും താൻ മരിച്ചില്ല. ഇത് കണ്ട് അത്ഭുതപ്പെട്ടതായ ചക്രവർത്തി തന്നെ പാത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് നാട് കടത്തി താൻ ഏകനായി 95-ാമത്തെ വയസ്സിൽ തൻ്റെ തുണി കഴുകാൻ ആളില്ല, കട്ടക്കാപ്പ് കൊടുക്കാൻ ആളില്ല, ട്രേ കൊടുക്കാൻ ആളില്ല, അന്വേഷിക്കാൻ ആളില്ല, കാണിക്കയില്ല, ആരാധനയില്ല, പ്രാർത്ഥനയില്ല, എങ്കിലും താൻ ആത്മാവിൽ അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് കറുത്ത ദിവസത്തിൽ താൻ ആത്മവിവശനായി കാണുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന സത്യങ്ങൾ. ഈ വെളിപ്പാട് പുസ്തകമാണ് വലിയ പ്രത്യാശ നൽകുന്നൊരു പുസ്തകം കൂടിയാണ്. പണ്ട് പല പ്രവചന പുസ്തകങ്ങൾ എഴുതിയിരുന്നതെല്ലാം വീണ്ടും യേശുക്രിസ്തുവിൻ്റെ നിവർത്തീകരണം പോലെ തന്നെ വരും കാലത്തിൽ സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളും പ്രവാചക പുസ്തകങ്ങളിൽ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിവരിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് തന്നതാണ് മറനീക്കിയ ഈ വെളിപ്പാട് പുസ്തകം. അതിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇനിയും ചിന്തിക്കാൻ ഒരുപാടുണ്ട്. എങ്കിലും ഈ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിച്ച് 4:4. സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനം. 4-ന്റെ 2 തുടർന്ന് വായിച്ചു, 2 മുതൽ വായിച്ചു. ഇപ്പോൾ വായിച്ചതിൻ്റെ കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കഴിഞ്ഞകാല സംഭവങ്ങളല്ല, മേലാൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതിപ്പോൾ നമ്മുടെ കാലത്ത് നിറവേറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ തന്നെ യഹൂദൻ്റെ ആലയം പണിയാൻ പോകുന്നു, ഏകലോ ഗവൺമെൻറ് വരുന്നു, AI ക്യാമറകളൊക്കെ നമ്മൾ കണ്ടല്ലോ, AI റോബോട്ടുകൾ. കഴിഞ്ഞ ദിവസം എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന ഒരു റോബോട്ട്, ഒരു ജെമിനി എന്ന് പറയുന്നതായ ഒരു റോബോട്ടിനോടുകൂടി ഒരു സഹോദരൻ, സുഭാഷൻ പുന്നയ്ക്കലോ, സംഭാഷിക്കുന്നത് ഞാനിങ്ങനെ കേട്ടു. മറ്റു 2-3 വീഡിയോകളും കണ്ടു, വേറെ ചിലരുടെ. അപ്പോൾ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മനുഷ്യൻ പറയുന്ന പോലെ തന്നെ ഒരു 90% ഉത്തരം പറയാൻ റെഡിയായി നിൽക്കുകയാണ്. ഏത് കാര്യങ്ങളും, ലോകത്തിലെ ഏത് കാര്യങ്ങളും ചോദിച്ചാലും 100 90%. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കറിയാം, എതിർക്രിസ്തുവിൻ്റെ കാലത്തിൽ തൻ്റെ പ്രതിമയെ വെച്ചുകൊണ്ട് സാധാരണ മനുഷ്യനെ പോലെ തന്നെ ആത്മാവിനും കൊടുത്ത് ലോകത്തെ ഭരിക്കാൻ പോകുന്ന കാലം ഏറ്റവും അടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നാം ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്. വായിക്കാം. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത്, ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും. എനിക്ക് പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് തന്നെ, ഞാൻ ഈ വിശ്വാസത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ ഒരൊറ്റ പെന്തിക്കോസ്തുകാരനെ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടുമില്ല. കണ്ടു കാണുമായിരിക്കും. ഇങ്ങനൊരു രാജ്യമുണ്ടെന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ 19-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിത രീതി തെറ്റി ലോകത്തിൻ്റെ നാശത്തിലേക്ക് പോകുന്ന സമയത്തിൽ ഞങ്ങളുടെ മുറിയിൽ വെച്ച്, വല്യപ്പൻ്റെ വീട്ടിൽ വെച്ചാണ്, വല്യപ്പൻ ഉണ്ടാക്കിയ വീട്, പഴയ കാലത്ത് ഒരു അറയും പെരയുള്ളൊരു വീടാണ്. അപ്പോൾ അറയും പെര നിങ്ങൾ കണ്ടാണല്ലോ, 2 സൈഡ് മുഴുവൻ തടിയുടെ കൊത്തുപണി കൊണ്ട് ഉണ്ടാക്കിയതാണ്, 2 സൈഡ് കല്ല് കെട്ടിയതാണ്. അപ്പോൾ ഞാൻ ആ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തിൽ യേശു എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അത് വളരെ
തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുറിയിൽ യേശു ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞു. ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. 3-4 കാര്യങ്ങൾ, എൻ്റെ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി 3-4 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അപ്പോൾ യേശു എന്നോട് പറഞ്ഞു, നിൻ്റെ പാപത്തിന് വേണ്ടിയാണ് ഞാൻ കാൽവരിയിൽ മരിച്ചത്. ഞാൻ ചോദിച്ച കാര്യങ്ങളൊന്നും മറുപടി ഒന്നുമില്ല. പക്ഷേ അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. എൻ്റെ പാപ വഴികളെല്ലാം എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് ഉപേക്ഷിക്കുകയും യേശുവിനെ കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം പല പ്രാവശ്യം ഈ ട്രാൻസ് എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ വിശ്വാസിയായിരിക്കുന്ന സമയത്ത് നെടുമുടിയിലെ പാലം പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. 1979, 78 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 79 ആ പാലം പണിയുന്ന സമയത്തിൽ ഞങ്ങളൊരു സ്പാൻ വാർത്തിട്ട് അതിൻ്റെ മേളിൽ കയറി രാത്രി പ്രാർത്ഥിക്കുകയാണ്. ഒരു ശനിയാഴ്ച രാത്രി കാത്തിരിപ്പിയും കഴിഞ്ഞ് പെയ്ത്തോര് തൊട്ടടുത്താണ്. ആ സ്പാനിൽ കയറി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ 3 സഹോദരന്മാർ, പുതുതായി വന്ന 3 സഹോദരന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണുമ്പോഴും 4-മതൊരു മനുഷ്യൻ ആ സ്ഥലത്തിരിക്കുക. ഒരു ചെറിയ നരയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം എപ്പോൾ കയറി വന്നു. അപ്പോൾ ഏണി വെച്ച് വേണം കയറാൻ. ഈ വലിയ സ്പാൻ്റെ മേളിൽ വലിയൊരു ഏണി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏണി വെച്ച കയറി മേളിൽ കയറിയതാണ്. അപ്പോൾ ഈ മനുഷ്യനെപ്പം വന്നത് എനിക്ക് സംശയമായി. പക്ഷേ എൻ്റെ കൂടെയുള്ളവർക്ക് ആരും കാണത്തുമില്ല. ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം കരഞ്ഞിങ്ങനെ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക, കണ്ണീരെല്ലാം ഒഴുകുകയാണ്. ഞാൻ ചോദിച്ചു അങ്ങനെന്തിനാണ് കരയുന്നത്? 1978 ഞാൻ രക്ഷിക്കപ്പെട്ട സമയം. അപ്പോൾ എന്ത് ചെയ്തു, ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഈ കോട്ടയം വേലയെക്കുറിച്ച് കരയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കോട്ടയത്തിൻ്റെ വേലയെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് കോട്ടയം വളരെ ഒരു പിന്മാറ്റ ശക്തിക്ക് അധീനമായി സഭ സാത്താൻ വളരെ പരീക്ഷകൾ നടത്തുന്ന സമയമായിരുന്നു. ആ സമയത്താണ് കോട്ടയം സെൻട്രൽ ഫെയ്ത്ത് ഹോമിലെ ജയ്ബോയ് പാസ്റ്റർ വേലയ്ക്കിറങ്ങിയ വർഷമാണ്. അദ്ദേഹം കോട്ടയം സെൻട്രലുണ്ട്. ഡോക്ടർ കല്യാണിക്കുട്ടി, മറ്റു പലരും ഉണ്ട്. രാജു പാസ്റ്റർ ആ അനുഭവം കണ്ടാണ് വേലയ്ക്കിറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് കോട്ടയം ഫെയ്ത്ത് ഹോമിൽ ഇവരിങ്ങനെ വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ കല്യാണിക്കുട്ടി പലരും ഉണ്ട്. തൊട്ടടുത്ത് TMS വീട്ടുകാർ, കത്തോലിക്കരുടെ ഒരു അമ്മച്ചി ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുക. പെട്ടെന്ന് ആ ലൈറ്റിൽ കൂടെ ഒരു തീ അങ്ങ് ഇറങ്ങി, ഒരു വെളിച്ചം അങ്ങ് ഇറങ്ങി, തീയും വെളിച്ചം പോലെ ഇറങ്ങിയിട്ട് ആ ലൈറ്റെല്ലാം അങ്ങ് കെട്ടുപോയി. ഈ തറയിൽ വലിയ വൃത്താകാരത്തിൽ ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് സൂൺ എന്നെഴുതി കാണിച്ചു. റിപ്പൻറ്റ് റിപ്പൻറ്റ് റിപ്പൻറ്റ്, ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഡോക്ടർ കല്യാണി അത് എല്ലാവരും അങ്ങ് ആവേശമായി, ഭയങ്കരമായ ഉണർവും പ്രാർത്ഥനയും. പിന്നെ പാസ്റ്റർ TV തോമസ് വന്ന സമയത്ത് അദ്ദേഹം അത് പ്രിൻ്റ് ചെയ്തൊക്കെ ഇങ്ങനെ നോട്ടീസ് പോലെ അടിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഈ കത്തോലിക്ക അമ്മച്ചി ഇത് കണ്ട് ബോധം കെട്ട് വീണു. അപ്പോൾ യേശു മുന്നറിയിപ്പ് കൊടുത്തതാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പോൾ ആ മുന്നറിയിപ്പ് ഇപ്പോഴും നമുക്കുണ്ട്. അപ്പോൾ ഈ സമയത്തിന് ശേഷമാണ് ഈ കാഴ്ച ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തിൽ ഈ വയോധികനായ മനുഷ്യൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കോട്ടയത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ മുഖഭാവം മാറി ഒരു പ്രകാശ വലയത്തിൽ ഒരു മനുഷ്യൻ്റെ ഷാഡോ ഞാൻ കാണുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി യേശുവാണത്. പെട്ടെന്ന് താൻ ഗൗരവത്തോട് പറഞ്ഞു, ഞാൻ ഈ കോട്ടയം മേലെ സന്ദർശിക്കുന്നൊരു സമയം വരും, അന്ന് നീ എന്നോട് കൂടെ കോട്ടയത്ത് വേല ചെയ്യും. ഞാൻ വേലയ്ക്ക് ഇറങ്ങിയിട്ടില്ല, രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ. ഞാൻ വേലയ്ക്ക് ഇറങ്ങിയത് 81-ലാണ്. ഇത് 78-ലോ 79-ലോ നടക്കുന്ന കാര്യം. അപ്പോൾ നീ അന്ന് എൻ്റെ കൂടെ കോട്ടയത്ത് വേലയ്ക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ 81-ൽ കോട്ടയത്തിന് വേലയ്ക്കിറങ്ങി. വേലയ്ക്കിറങ്ങുന്ന സമയത്തിൽ ഈ പാസ്റ്റർ TV തോമസും ചീഫ് പാസ്റ്റർ ജേക്കബ് രംഗസിക്കും എന്നോട് പറഞ്ഞു, വേലയ്ക്കെടുത്തത് കൊള്ളാം, ഇനി കോട്ടയത്തേക്ക് കാലുകുത്തിയേക്കരുത്. ഇപ്പോൾ മനസ്സിലായല്ലോ, ആ കാലഘട്ടത്തിൽ കോട്ടയം വല്ലാത്തൊരു പിന്മാറ്റ ശക്തിക്ക് അധീനമായി പോകുന്നൊരു സമയമായിരുന്നു. അതുകൊണ്ടാണ് ചീഫ് പാസ്റ്റർ, സാറിന് സെൻറ്ററുകാരല്ലേ വീട്ടിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇറക്കണ്ടേ, സെൻറ്ററിൽ കൊണ്ട് നിർത്തും. ചീഫ് പാസ്റ്റർ നേരെ മദ്രാസിലേക്ക് പോകണം. നിങ്ങൾ 2 പേരും എൻ്റെ കൂടെ രക്ഷിക്കപ്പെട്ടൊരുത്തരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മദ്രാസിലേക്ക് പോയി. മദ്രാസിൽ വെച്ച് എനിക്ക് തിരിച്ച് നോർത്ത് ഇന്ത്യയിൽ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്നാ, എനിക്ക് യേശുവിൻ്റെ അടുത്ത് പെട്ടെന്ന് പോകണം. കാരണം ഞാൻ അതിന് മുമ്പ് പണ്ടിരിക്കും പറഞ്ഞില്ലേ, ഒരു ദർശനം കണ്ടു. വിശ്വാസി ആയിരിക്കുമ്പോൾ തന്നെ ഒരിക്കൽ ഇതുപോലൊരു ട്രാൻസ് എക്സ്പീരിയൻസിൽ ഞാൻ രാവിലെ വെളുപ്പാങ്കാലത്തൊരു ദർശനം കണ്ടു. അന്ന് ഞങ്ങളുടെ സഭയിൽ ഡിഫൻഡർ ഓഫ് ഫെയ്ത്ത് എന്ന് പറയാൻ തക്കവണ്ണം 2 വിശുദ്ധന്മാരോടുണ്ടായിരുന്നു. ബ്രദർ ചെറിയാച്ചനും വിശ്വാസിയായ സഹോദരൻ ചെറിയാച്ചായനും കറിയാച്ചായനും. അതിന് ചെറിയാച്ചായൻ സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടായിട്ട് വീട്ടുകാർ വിട്ടില്ല, യാക്കോബക്കാർ. പിന്നെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചു. പക്ഷേ തൻ്റെ പരിശോധനകളെല്ലാം വീട്ടിൽ തന്നെ കൊടുത്തു. തൻ്റെ ഭാര്യയ്ക്ക് മാനസിക പ്രയാസം, തൻ്റെ മക്കൾക്ക് 2 പേർക്ക് മാനസിക പ്രയാസം. പക്ഷേ താൻ അതിൻ്റെ മധ്യ വിശ്വാസത്തെ സൂക്ഷിച്ച് രോഗശാന്തിയിലും വിശുദ്ധിയിലും സൂക്ഷിച്ച് 65 വയസ്സായ സമയത്തിൽ
ഞാൻ രക്ഷിക്കപ്പെട്ടു വരുന്ന വർഷം ഞാനൊരു ദർശനം കാണുകയാണ്. ഇതുപോലെ ആത്മവിശുദ്ധിയിൽ കാണുകയാണ്. ഒരു ദൂതൻ വന്ന ഈ ചെറിയാച്ചായനെ എന്നെയും കൂട്ടിക്കൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോയി. ഇങ്ങനെ പോകും നമുക്ക് കാണാം. പ്രകാശരൂപികളായിട്ട് ഞങ്ങളിങ്ങനെ 3 പേരും കൂടെ പോയി പുതിയ യെരൂശലേം എന്ന് പറയുന്ന ഒരു വലിയ പട്ടണം. നമ്മൾ ഈ ബൈബിളിൽ കാണുന്ന പോലൊന്നുമല്ല, നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല. പ്രകാശ നിർമ്മിതമായ വലിയൊരു ഏക്കർ കണക്കിന് നമുക്ക് കണ്ടെത്താത്ത രീതിയിൽ മൊത്തം ഗേറ്റാണ്. അതിലൊരു ഗേറ്റിൻ്റെ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ വലിയ ഒരു ഭാഗത്ത് ഗേറ്റ് നമ്മൾ പണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ അവർ മരിച്ച സമയത്ത് നമ്മൾ കണ്ടില്ലേ, അവരുടെ അതിനേക്കാളും മനോഹരമായ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഗേറ്റുകളാണ്. സ്വർണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അലങ്കാര ഭാഷയായിരിക്കാം. അപ്പോൾ ഞങ്ങളെ അതിനകത്ത് കടത്തി വിട്ടിട്ട് ഈ ദൂതൻ കൊണ്ടുപോയി പല കാര്യങ്ങൾ കാണിച്ചു. പിതാവിൻ്റെ സാന്നിധ്യം, കർത്താവായ യേശു ഇരിക്കുന്ന സ്ഥലം, പിന്നീട് സഭ ഇരിക്കുന്ന സ്ഥലം, ഈ പറഞ്ഞ അതിൽ ഏറ്റവും പ്രധാനം എന്നെ ആകർഷിച്ച കുഞ്ഞുങ്ങളുടെ വാസസ്ഥലമാണ്. 2-3 ദൂതന്മാർ ഒരുപാട് കുഞ്ഞുങ്ങൾ, മരിച്ച കുഞ്ഞുങ്ങളൊക്കെ നിത്യതയിൽ കുഞ്ഞുങ്ങളായിട്ട് തന്നെ കാണുന്ന പോലെ ഞാൻ കണ്ടത്. നമുക്ക് ചെല്ലുമ്പോൾ അറിയാം കേട്ടോ. ആ കുഞ്ഞുങ്ങൾക്ക് എത്രയോ രസം. അവിടെ മനോഹരമായ കാഴ്ചകൾ ഈ ദൂതന്മാർ ഇവരെ നടത്തുന്ന പോലെയൊക്കെ വലിയ സന്തോഷത്തോടെ കുഞ്ഞുങ്ങൾ കാണുകയാണ്. അവിടെ കുഞ്ഞുങ്ങളാരും മരിച്ചാലും നിങ്ങൾ ഭാരപ്പെടേണ്ട കേട്ടോ. അങ്ങനെ ഇതെല്ലാം കാണിച്ചതിന് ശേഷം ഈ ഗേറ്റിൻ്റെ വാതിക്കൽ കൊണ്ട് നിർത്തിയിട്ട് ഈ ദൂതൻ എന്നോട് പറഞ്ഞു, ചെറിയാകുഞ്ഞ് ഭൂമിയിലേക്ക് പൊക്കോ, ചെറിയാച്ചൻ വരുന്നില്ല, ചെറിയാച്ചൻ്റെ സമയം കഴിഞ്ഞു, ഇനി ചെറിയാച്ചൻ ഇവിടാണ്. അപ്പോൾ ഞാൻ വഴക്കുണ്ടാക്കി. ദൂതനോട് ഭയങ്കരമായിട്ട് ചൂടായി. അങ്ങനെ ഞാൻ പോകത്തില്ല, ഇത്രയും നല്ല സ്ഥലം കാണിച്ചിട്ട് ഇനി ഭൂമിയിലേക്ക് പോകാനോ, ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞു. അതും ചെറിയാച്ചനെ ഇവിടെ നിർത്തിയിട്ട് അതെന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ദൂതനോട് തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ദൂതൻ പറഞ്ഞു, ചെറിയാച്ചൻ്റെ കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഓട്ടം കഴിഞ്ഞു, ഇനി താനിവിടെ വസിക്കുകയാണ്. ചെറിയാച്ചൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചെറിയാകുഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ തന്നെ പറഞ്ഞു, ചെറിയാച്ചൻ്റെ കഴിഞ്ഞു, ചെറിയാകുഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചെറിയാകുഞ്ഞ് ഓട്ടമെല്ലാം ഓടി തികച്ച് ഇവിടെ വരുമ്പോൾ ഈ ചെറിയാച്ചനേക്കാളും ശ്രേഷ്ഠമേറിയൊരു സ്ഥാനം ദൈവം വെച്ചിട്ടുണ്ട്, അന്നത് പ്രാപിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ആ ദർശനം കണ്ടു ഉണർന്നു. കറക്റ്റ് 6 മണിയായി. ക്ലോക്കിൽ ബെല്ലടിക്കുകയും ഞാൻ ഉണരുകയും ചെയ്തു. എനിക്കങ്ങോട്ട് ശരീരമെല്ലാം അങ്ങോട്ട് ആത്മാവിൽ സന്തോഷിച്ച് പെരുത്തിങ്ങനെ കറിയിക്കുക. ഞാൻ പല്ല് തേച്ച് ഓടാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു, കാപ്പ് കുടിച്ചിട്ട് വേഗം കൂടെ പോകാമെന്ന് പറഞ്ഞു. അന്ന് ക്ലാസ്സിൽ പോകണം, ആലപ്പുഴയിൽ IIT പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ കാപ്പി കുടിച്ചിട്ട് ഒറ്റ ഓട്ടം 2 കിലോമീറ്റർ ഉണ്ട് ചെറിയാച്ചൻ്റെ വീട്ടിൽ. ഓടി അണച്ച് എന്ന് അവരുടെ കസേര പോയിരുന്നു. ചെറിയാച്ചായൻ ആ സമയത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുക. താൻ ചോദിച്ചു, എന്താ ചെറിയാച്ച? ഞാൻ പറഞ്ഞു, അച്ഛാ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ ഇത് പറയാൻ തുടങ്ങി. പറഞ്ഞു തീരുകയും അപ്പോഴും പുള്ളിയുടെ ഭാര്യയും 2 പിള്ളേരും മെൻ്റൽ പ്രോബ്ലംസ് ഉള്ളിക്കുകയാണ്. വളരെ ഞെരുങ്ങിയിരിക്കുന്നൊരു സമയമാണ്. പുള്ളി ഉടനെ കൈ ഉയർത്തി വലിയൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ കേട്ടിട്ട് ഇപ്പോഴത്തെ മാവി ടീച്ചറും അവരുടെ വേറൊരു ഫാമിലിയുണ്ട്, അവരോടി വന്നു. എന്താ ചെറിയാച്ച വലിയ ഹല്ലേലൂയ കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയാച്ച പറഞ്ഞു, മാവി ചെറിയാകുഞ്ഞിങ്ങനെ സ്വപ്നം കണ്ട് ഞാൻ സ്വർഗത്തിൽ പോകാം. പുള്ളി നല്ല ഉരുക്ക് മനുഷ്യനാണ്, ഈ അധ്വാനിക്കുന്ന മനുഷ്യനാണ്. എസ്റ്റേറ്റിലെ സൂപ്രണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം കളഞ്ഞ് ഇവിടെ നോക്കാൻ വേണ്ടി വീട്ടിൽ കൃഷിയുണ്ട്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക. ചെറിയാകുഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ സ്വർഗത്തിൽ പോകാൻ പോകുന്ന വളരെ സന്തോഷത്തോടെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് താൻ 3-ാം ദിവസം ഒരു മയക്കം വന്ന് കടന്നു. താൻ ദർശനം കണ്ടുകൊണ്ട് തന്നെ താൻ സ്വർഗത്തിൽ പോകാനിടയായി. ഇതൊക്കെ വിധിയൊന്നുമല്ലല്ലോ, ഇതൊക്കെ കൾട്ടല്ലല്ലോ, ഇതൊക്കെ ലോജിക്കല്ലല്ലോ. ഇതൊക്കെ ദൈവവും വിശ്വാസം എന്നൊക്കെ ഇല്ലെന്ന് പറയുന്ന ഈ നിരീശ്വരവാദികൾക്ക് ഇതിനെന്ത് പറയാൻ കഴിയും? അനുഭവങ്ങളെക്കുറിച്ച് എന്ത് പറയാൻ കഴിയും? അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് അന്ന് മുതൽ എനിക്ക് ആ സ്വർഗത്തിൽ പോകണം, യേശുവിനെ പ്രസാദിപ്പിക്കും. പക്ഷേ കാലങ്ങൾ ഇത്രയും കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ മദ്രാസിൽ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, നോർത്ത് ഇന്ത്യയിൽ പോയി യേശുവിന് വേണ്ടി മരിക്കണം, പെട്ടെന്ന് ഈ സ്വർഗത്തിൽ എനിക്ക് പോകണം, അതിനാണ് ആഗ്രഹം. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. എനിക്ക് വീണ്ടും ആദ്യം ട്രെയിനിങ് കഴിഞ്ഞാൽ കേരളത്തിലേക്ക് മാറ്റം, കൊട്ടാരക്കരയ്ക്കാണ് മാറ്റം വെച്ചത്. ഞാൻ രാത്രി പോയി കരഞ്ഞു, കർത്താവ് എനിക്ക് കേരളം വേണ്ട, കാരണം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മരിക്കാൻ ഒക്കത്തില്ല, ഇവിടെയൊക്കെ വല്ല അനുകൂലമായ സാഹചര്യം. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ പോയി സുവിശേഷം പറഞ്ഞ് മരിക്കണം, രക്തസാക്ഷിയാകണം എന്നിങ്ങനെ രാത്രി പ്ലാൻ. പിറ്റേ ദിവസം ചീഫ് പാസ്റ്റർ നോക്കണം, ഞങ്ങളുടെ എല്ലാം ട്രാൻസ്ഫർ വീണ്ടും തിരുത്തി വായിച്ചു. എൻ്റെ മാത്രം തിരുത്തി ബാക്കി എല്ലാവരുടെയും. ഇപ്പോൾ കൊട്ടാരക്കര മാറി കെല്ലീസ്, അങ്ങനെയാണ് ഞാൻ കെല്ലീസിലേക്ക് പോകാനിടയായി. പിന്നെ തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളും
പല സ്ഥലങ്ങളിങ്ങനെ. പിന്നെ നോർത്ത് ഇന്ത്യയിൽ പല പ്രാവശ്യം പോവുകയും പ്രവർത്തിക്കുകയും സാക്ഷിയാകും, പ്രസംഗിക്കുകയും പ്രവർത്തനത്തിലെല്ലാം പല പ്രാവശ്യം പോയിട്ടുണ്ട്. എനിവേ, അപ്പോൾ അങ്ങനെ ഈ അനുഭവം എനിക്കും പുതുതല്ല. ആത്മവിവശതയും ഞാൻ മാത്രമല്ല, ഇതുമാത്രം മനുഷ്യർ ഈ അനുഭവങ്ങളെല്ലാം പ്രാപിച്ച് ഓരോരുത്തർ പറയുന്നില്ലേ ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്കും ആഗ്രഹിക്കണം, കർത്താവേ എന്നെ ഒരിക്കലെങ്കിലും. പണ്ട് പാസ്റ്റർ KG ജോർജ് ഫ്രാൻസിലിരിക്കുന്ന സമയത്ത് ഞാൻ തൊടുപുഴയിൽ ഇരിക്കുക. അപ്പോൾ അദ്ദേഹം ഞാനിങ്ങനെ വിളിച്ചപ്പോൾ വന്ന് ഞങ്ങൾ മദ്രാസ് വെച്ച് വളരെ വളരെ അടുപ്പമുള്ളവരായിരുന്നു. അദ്ദേഹം തൊടുപുഴ വന്ന് ഒരിക്കൽ പ്രസംഗിച്ചു. അപ്പം താൻ ചോദിച്ചു, ഫ്രാൻസിലേക്ക് വരുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ട്രാൻസിലേക്ക് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഫ്രാൻസ് വേണ്ടെന്ന് പറഞ്ഞു. പല പ്രാവശ്യം ട്രാൻസിൽ പോയിട്ടുണ്ട്, ഫ്രാൻസ് വേണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ വിളി അതല്ലല്ലോ. അപ്പോൾ അങ്ങനെ അനേക സന്ദർഭങ്ങൾ എനിക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ മദ്രാസ് ഇരിക്കുമ്പോഴും നോക്കണം, കോട്ടയം വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ തിരുവണ്ണാമല എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിലിരിക്കുമ്പം വേല ചെയ്യുമ്പോഴേ ഒരു വെളുപ്പാങ്കാലം 4 മണിക്ക് കർത്താവായ യേശുവും അന്നത്തെ കോട്ടയം അസിസ്റ്റൻ്റായ കൊച്ചുണ്ണി പാസ്റ്റർ എൻ്റെ മുറി നിൽക്കുക വെളുപ്പിനെ. ഞാൻ പെട്ടെന്ന് ഉണർന്നു. അപ്പോൾ കർത്താവിനെ കണ്ടു, കൊച്ചുണ്ണി പാസ്റ്ററും കണ്ടു, എഴുന്നേറ്റു. അപ്പോൾ അവിടെ സൗകര്യമാര് സ്തോത്രപ്പാട്ട് തുടങ്ങിക്കഴിഞ്ഞു വെളുപ്പിനെ 4 മണിയുടെ. ഞാനിത് കണ്ടപ്പോൾ യേശു എന്നെ നോക്കി ചിരിച്ചിട്ട് കൊച്ചുണ്ണി പാസ്റ്റർ നോക്കിയിട്ട് പറഞ്ഞു, ചെറിയാങ്കുഞ്ഞിനെ കോട്ടയത്തേക്ക് അയക്കാൻ പോവാ, നോക്കണം, കോട്ടയത്തേക്ക് വരാണ്ടെന്ന് തീപ്പാർഷം പറഞ്ഞ്. പക്ഷേ കർത്താവ് പറഞ്ഞു ഞാൻ ഉടനെ കർത്താവ് എനിക്ക് കോട്ടയൊന്നും വേണ്ട, എനിക്ക് രക്തസാക്ഷിയായിട്ട് മരിക്കണം, നീ എന്നെ നോർത്ത് ഇന്ത്യക്ക് അയക്കുക, അവിടെ പോയി സുവിശേഷം പറഞ്ഞ് കുറേ പേർ നേടി മരിക്കണം. അപ്പോൾ കർത്താവ് ചിരിച്ചു. എന്നോട് 79-ൽ നിന്നോട് ഞാൻ സംസാരിച്ച ഓർമ്മയില്ലേ, ഈ കോട്ടയത്തെ ഞാൻ നവീകരിക്കുന്ന സമയം വരും, അന്ന് നീ എൻ്റെ കൂടെ വേല ചെയ്യുന്നു, അതുകൊണ്ട് ഈ സമയം അതാണ്, കോട്ടയത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് മദ്രാസിൽ നിന്ന് പാസ്റ്റർ ഏണസ്റ്റ്, ഞാനോട് ചിലപ്പം SB ഏണസ്റ്റ് എന്നോട് പറഞ്ഞു, തമ്പി ദൈവം എനിക്കൊരു ദർശനം തന്നു, നിന്നെ കോട്ടയത്തേക്ക് അയക്കണം. അങ്ങനെ അദ്ദേഹം ആവർത്തന പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 1 മുതലുള്ള ഭാഗങ്ങളും തന്നു, ഇത് ദൈവം തന്ന വാക്യമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് 85-ൽ ലാസ്റ്റ് കോട്ടയത്തേക്ക് വന്നു. ഈ ഭാഗത്തിൽ ആ കാലത്ത് വരെ ചെയ്യാൻ സാധിച്ചു. അപ്പം ഈ ട്രാൻസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതും ദർശനം എന്ന് പറയുന്നതും അനേക ദൈവമക്കൾക്കും അല്ലാത്തൊരു പോലും കാണുന്നില്ലേ. നെബൂഖദ്നേസർ ദർശനം കണ്ടില്ലേ, തന്നെയല്ല വാഗ്ദത്തം ഉണ്ടല്ലോ, അന്ത്യകാലത്തിൽ എൻ്റെ ആത്മാവിനെ പകരും, പുത്രന്മാരും പുത്രിമാരും ദർശനങ്ങൾ. അതുകൊണ്ട് യൗവനക്കാരെല്ലാം ദൈവത്തോട് പറയണം, കർത്താവ് ദർശനങ്ങൾ തരണം. അങ്ങനെ ഈ സത്യത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ ജീവിക്കണം. ഇവിടെ ഇതാ യോഹന്നാൻ അങ്ങനെ പത്മോസിൽ വെച്ച് ഈ ദർശനം കാണുകയാണ്. വായിക്കാം. ആത്മവിശുദ്ധിയിൽ അവൻ സ്വർഗത്തിൽ, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു സിംഹാസനം കാണുകയാണ്. താഴോട്ട് വായിച്ച് ശ്രദ്ധിച്ചു നോക്കുക. ഇരിക്കുന്നവൻ സിംഹാസനം, പിന്നെ ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സൂര്യകാന്തം എന്ന് പറയുന്ന 12 കല്ലുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ ആ ക്യാരക്ടറെ കാണിക്കുകയാണ്. സൂര്യകാന്തം, കർത്താവായ ദൈവം നീതിயின் സൂര്യൻ, നീതി സൂര്യനായി നമുക്ക് കാണുന്നുണ്ട്. സൂര്യനും പരിചയം കാണുന്നില്ലേ. അപ്പോൾ സൂര്യൻ്റെ കാന്തി എന്താ വിശേഷത? അതിൽ പവറുണ്ട്, വെളിച്ചമുണ്ട്. നോക്കണം, സൂര്യനിൽ വെളിച്ചമുണ്ട്, പവറുണ്ട്, ചൂടുമുണ്ട്. അപ്പോൾ ദൈവം വെളിച്ചമാകുന്നു, ദൈവം ശക്തനാകുന്നു. ഒംനിപൊട്ടൻറ്റ്, ഒംനീഷ്യൻസ്, ഒംനി പ്രസൻറ്റ് എന്നൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ പര്യായങ്ങൾ. വായിക്കാം. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. രണ്ടാമത്തത് പച്ചവില്ല. നമുക്ക് പിന്നെ ചിന്തിക്കാം. അടുത്തത് സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം. സിംഹാസനത്തിലല്ല, സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം എന്നുള്ളത് തെറ്റാണ്. ഇംഗ്ലീഷിൽ വായിച്ചത് ആരോനെ, ഇംഗ്ലീഷ് വായിക്കുമ്പോൾ 24 സീറ്റ്സ് എന്നാണ് വായിച്ചത്. 4 and 20 സീറ്റ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ മലയാളത്തിൽ ഈ വിവർത്തനം ചെയ്ത് നമുക്കറിയാമല്ലോ, അന്നത്തെ ചന്ദമേനോനും പലർക്കും ഇതിനെക്കുറിച്ച് ആത്മീയ വെളിപ്പാടല്ലല്ലോ, അവർ അതിനെക്കുറിച്ചൊരു വ്യാകരണം കൊടുത്തു വന്നതേ ഉള്ളൂ. പക്ഷേ 24 സീറ്റ്സ് മലയാളത്തിൽ വായിച്ച്. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം, വെള്ള ഉടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങൾ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻ കിരീടം, സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. And round about the throne were 4 and 20 seats. 4 and 20 seats. 24 സീറ്റുകളാണ്, സിംഹാസനം അല്ലത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെപ്പറ്റി കുറച്ച് ചിന്തിച്ചതാണ്.
അപ്പോൾ സീറ്റിലാണ് അവരിയ്ക്കുന്നത്. ഇത് പുതിയ നിയമ വിശുദ്ധന്മാരോ സഭയോ അല്ല, ഇത് പഴയ നിയമകാലത്തിലെ മനസ്സാക്ഷിൻ കാലത്തിലെ വിശുദ്ധന്മാരെയാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഒന്നുകൂടെ പറയാം. എന്തായിട്ട് വായിക്കാം എടുത്ത്. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ കാണുന്നത് ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ, 7 സ്പിരിറ്റ്സ്, 7 ആത്മാക്കൾ, 7 ദീപങ്ങൾ എന്ന് കാണുന്നുണ്ടല്ലോ. വായിക്കാം. 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. നോക്കണം, 7 ദീപങ്ങൾ, 7 ആത്മാക്കൾ അവിടെ സിംഹാസനം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സിംഹാസനത്തിന് മുമ്പിൽ പളങ്കിനൊത്ത കണ്ണാടിക്കടൽ. ഇനി അടുത്തത് അവിടെ കാണുന്നത് പളങ്കിനൊത്തതായ ഒരു കണ്ണാടിക്കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ. അതുകൂടാതെ അവിടെ നമ്മൾ പിന്നെയും കാണുന്നു സിംഹാസനത്തിന് ചുറ്റിലും, ഒന്നുകൂടെ വായിച്ചു തന്നു, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അപ്പോൾ ഇവർ മൂപ്പന്മാർക്ക് മുമ്പിലാണ്, സിംഹാസനത്തിൻ്റെ കറക്റ്റ് ചുറ്റിലും പിന്നെ നടുവിലും. അപ്പോൾ ഇതിന് ശേഷമാണ് അടുത്ത റൗണ്ടിലാണ് മൂപ്പന്മാരിരിക്കുന്നത്. അപ്പം 4 ജീവികളാണ് സിംഹാസനത്തിൽ കുറെ കൂടെ ക്ലോസ് ആയിരിക്കുന്നത്. അപ്പം 4 ജീവികൾ വായിക്കാം. അവയ്ക്ക് മുൻപുറവും പിൻപുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്. ഇനി അത് മാത്രമല്ല, ഇനി സിംഹാസനത്തിൻ്റെ ഔട്ടർ സർക്കിളിൽ 5:11 വായിക്കുമ്പോൾ ഏറിയ ദൂതന്മാരുടെ ഒരു വലിയ ഗ്രൂപ്പ് അവിടെ കാണുന്നുണ്ട്. വായിച്ചേ. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവിയുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. ഏറിയ ദൂതന്മാരുടെ അളവ് എങ്ങനെ? 10,000 എണ്ണക്കൂടാത്ത വലിയൊരു സമൂഹമാണ്. ഇതാണ് സ്വർഗത്തിൻ്റെ ക്രമീകരണം. നിത്യതയിൽ പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും സിംഹാസനത്തിൽ, അതിന് ചുറ്റും 4 ജീവികൾ, അതിന് ചുറ്റും അതിന് ഫ്രണ്ടിൽ പഴങ്ങിനത്തൊരു കണ്ണാടിക്കടലുണ്ട്. ആ കണ്ണാടിക്കടലിനോട് ചേർന്ന് 4 ജീവികൾ ചുറ്റും. നെക്സ്റ്റ് അടുത്തത് റൗണ്ടിൽ 24 മൂപ്പന്മാർ. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ദൂതന്മാരാണ്. ആരാണ് ഇവരൊക്കെ? ദൈവത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ സിംഹാസനം, ദൈവമേ പുത്രനോടും പറയും, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്. നോക്കുക, വായിച്ച് എസെക്കിയേൽ പ്രവചനം 1:26 സങ്കീർത്തനം 11:4 103:19 വായിച്ചേ. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന് രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിനു മീതെ മനുഷ്യ സദൃശ്യത്തിന്റെ ഒരു രൂപവും ഉണ്ടായിരുന്നു. അപ്പോൾ സിംഹാസനത്തിന് മേൽ നീലക്കല്ല്. എസെക്കിയേൽ വായിക്കുമ്പോൾ അവൻ്റെ പാദത്തിന് കീഴിൽ നീലയാണ്. എന്തോ നീല? ദൈവസ്നേഹം. അപ്പോൾ ദൈവം സ്നേഹമാവുന്നു, ദൈവം വെളിച്ചമാവുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് നീലക്കല്ലെന്ന് പറയുന്നത്. അവൻ്റെ പാദത്തിലും നീലയാണ്. മോശയും അഹറോനും എലിയാസറും എല്ലാം സ്വർഗത്തിൽ പോയി ദൈവത്തോട് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കാര്യം അവിടെ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വായിക്കാൻ സമയമില്ല. അപ്പോൾ സിംഹാസനം 103:19 വായിച്ച് 11:4 103:19 വായിക്കാം. സങ്കീർത്തനം. അവിടെ ദൈവത്തിന്റെ സിംഹാസനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അവിടെ വീണ്ടും യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ദൈവം തന്റെ സിംഹാസനത്തെ സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, തന്റെ രാജ്യത്വം എന്നേക്കുമുള്ളതാണ്. അടുത്ത 103 ആണോ വായിച്ചേ? 11:4 വായിച്ച്. സങ്കീർത്തനം 11:4. തമിഴ് എടുത്തെങ്കിൽ തമിഴ് വായിക്കാം, ഇംഗ്ലീഷ് എടുത്ത് ഇംഗ്ലീഷും വായിക്കാം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അപ്പോൾ ആ സിംഹാസനം എന്ന് പറഞ്ഞത് അവിടെ നിന്നാണ് ഈ വാഴ്ചകൾ. അത് നമ്മുടെ നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞില്ലേ, ദൈവമേ നീ സകലത്തിന്മേലും വാഴുന്നു. അപ്പം അതെല്ലാം നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാ കൺട്രോളിങ് വരുന്നത്. അപ്പോൾ ഈ സിംഹാസനത്തിലേക്കാണ് ആര് പോകുന്നത്? കർത്താവായ യേശു ക്രിസ്തു. നോക്കണം എവിടെ എഴുതിയിരിക്കുന്നത്? വെളിപ്പാട് ദിവസം 3:21 വായിക്കുമ്പോൾ, ഞാൻ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് പിതാവിന്റെ സിംഹാസനം, പുത്രന്റെ സിംഹാസനം. ഈ പുത്രന്റെ സിംഹാസനത്തിലേക്കാണ് ആരും പോകുന്നത്? സഭയും പോകുന്നത്. വായിച്ചു. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അപ്പം ജയിക്കുന്ന പുതിയ ദൈവസഭയ്ക്കും ഈ ദൈവത്തിൻ്റെ എൻ്റെ സിംഹാസനം എന്നാണ്. അതായത് ഭാര്യയും ഭർത്താവുകൾ മണവാട്ടിയോട് ഉപയോഗിച്ചിരിക്കല്ലേ, ഇപ്പം മണവാളനും മണവാട്ടിയും. അപ്പോൾ അതാണ് എൻ്റെ ശരിയായ തത്വം.
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ 24 മൂപ്പന്മാരോ ഒന്നും അല്ലത്. 24 മൂപ്പന്മാരെ സംബന്ധിച്ച് ഇനി പഠിക്കുമ്പോൾ നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് സിംഹാസനം, ഈ സിംഹാസന പിതാവായ ദൈവം. ഇനി സഭ എന്ത് ചെയ്തു? സഭയും സിംഹാസനത്തിലാണ്. അവരാണ് ഭരണകർത്താക്കന്മാർ, അവർ ഭരിക്കേണ്ടവരല്ലേ. അതുമാത്രമല്ല, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, സ്ത്രീ പ്രസവിച്ച സന്തതി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. അവൾ സകല ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അപ്പോൾ സഭ എന്ന് പറയുന്നത് സിംഹാസനത്തിലാണ്, അവരാണ് ഭരണകർത്താക്കന്മാർ. ഇനി നമ്മൾ വായിക്കുമ്പോൾ ഒരു പച്ച വില്ല് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവം ഒന്നാമതായി നമ്മൾ ആ സ്വർഗത്തിൽ ചെന്നാൽ ദൈവത്തിൻ്റെ സിംഹാസനമാണ് ഇവിടുത്തെ പ്രധാനം. രണ്ടാമത് നമ്മൾ കാണുമ്പോൾ ഒരു പച്ച വില്ല് അതിൻ്റെ മേളിലുണ്ട്. വായിച്ചു. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ച വില്ല്. അപ്പം മരതകം എന്ന് പറഞ്ഞാൽ ഈ ഗ്രീനിഷ് റെഡിഷ് എല്ലാം കൂടെ ചേർന്നാണ്. പച്ചവില്ല് 7 അല്ലേ, ഈ പറഞ്ഞ പോലെ മഴവില്ല് 7 നിറങ്ങൾ. അപ്പം ഇതുപോലെ ആ പച്ച വില്ല് നമ്മൾ കാണുന്നുണ്ട്. വില്ലതേ കാണിക്കുന്നു. പച്ച വില്ലെന്ന് പറയുമ്പോൾ ഒരു സമാധാന ഉടമ്പടിയാണ്. അത് പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. നോഹയുടെ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നോഹയുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട് അല്ലേ. 9:13 വായിച്ച്. 9:13 നിയമത്തിന് അടയാളമാവിത്, ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വെക്കും, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന്റെ അടയാളമായിരിക്കും. അപ്പൊ വില്ല് ഒരു ഉടമ്പടിയാണ്. ദൈവം എല്ലാ കാലത്തും മനുഷ്യരോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. നോഹയോടൊരു ഉടമ്പടി ചെയ്തു, അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു, മോശയോടൊരു ഉടമ്പടി ചെയ്തു. യേശു ക്രിസ്തു വന്നപ്പോൾ കർത്താവ് മൂലം ശരിയായ ഉടമ്പടി സ്ഥാപിച്ചു. അത് കവനന്റ്, അതാണ് ന്യൂ ടെസ്റ്റ്മെന്റ് കവനന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ബില്ല്. എല്ലാ കാലത്തും ദൈവം സമാധാനത്തിൻ്റെ ദൈവം, മനുഷ്യരോട് സമാധാനമായിട്ട് ഇടപെടുന്നു. പക്ഷേ മനുഷ്യർ സാത്താൻ്റെ ഇൻസ്പിറേഷനിൽ പാപങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ ശിക്ഷാവധി അല്ലെങ്കിൽ ന്യായസിംഹാസനത്തിൻ്റെ ശിക്ഷാവധിക്ക് യോഗ്യരാകും. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പച്ചവില്ല് സമാധാനത്തിൽ, അത് എസെക്കിയേൽ ആ വാക്യമുണ്ടല്ലോ 1:28 വായിച്ച്. മേഘത്തിൽ അവൻ്റെ വില്ല് കാണപ്പെടുന്നു. എസെക്കിയേൽ 1:28 വാക്യം. അതിനു ചുറ്റുമുള്ള പ്രകാശം മഴയുടെ ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെ നോക്കണം. അപ്പോൾ ഈ വില്ല് ദൈവവും മനുഷ്യനുമായ കാലാകാലങ്ങളിൽ ചെയ്യുന്ന ഉടമ്പടിക്ക് സദൃശ്യമായിട്ട് കാണപ്പെടുക. ഉടമ്പടി നിയമത്തിൽ കൂടാതെ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാർ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തെന്താ? 24 മൂപ്പന്മാർ. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം. 4:4 അല്ലേ? 4:4 24 വായിക്കാം. സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം വെള്ള ഉടുപ്പ് ധരിച്ചും കൊണ്ട്. കണ്ടു 24 സിംഹാസനം അല്ല, ഒന്നുകൂടി ഇംഗ്ലീഷ് വായിച്ച്. And round about the throne were 420 seats. 420 seats. അപ്പം 24 ഇരിപ്പിടങ്ങൾ ഇരിക്കുകയാണ്. അത് സിംഹാസനമല്ല. അവർക്ക് സിംഹാസനത്തിൻ്റെ വരാനുള്ള യോഗ്യതയില്ല. അപ്പം 24 സീറ്റ്സ്. പിന്നീട് ഇവർക്കുള്ളതൊക്കെ എന്തൊക്കെയുണ്ട് വായിച്ച്. എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. അവർ ഒരു കിരീടമുണ്ട്, വെള്ള വസ്ത്രമുണ്ട്, ഒരു ഇരിപ്പിടമുണ്ട്. വായിക്കാം, താട്ട് വരിക. വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് മണവാട്ടിയുടെ വസ്ത്രമല്ലത്, വെള്ളയുടുപ്പ് മാത്രമല്ല. ഇത് വെളിപ്പാട് ദിവസം 19 നമ്മൾ വായിക്കുമ്പോൾ മണവാട്ടിയുടെ വസ്ത്രം ശുഭ്രവും ശുദ്ധവുമായ വിശേഷ വസ്ത്രമാണ്. വായിച്ചേ. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചു. 19-ന്റെ 8-ാം വാക്യം നോക്കണം. 7 കൂടെ വായിച്ചേ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് സന്തോഷിച്ച് ഉല്ലസിക്കുന്നവർ ആരൊക്കെ ഉണ്ട്? ഇത് മണവാട്ടിയാണ് ചിലർ പഠിപ്പിക്കുന്നെങ്കിൽ അത് തെറ്റാ. പകരം ഈ സന്തോഷിച്ചുല്ലസിക്കുന്നവരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? മൂപ്പന്മാരും ജീവികളും ആ കൂട്ടത്തിൽ കാണുന്നുണ്ട്. എവിടെ? 19-ന്റെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യം വായിച്ചു. അവൻ രക്തം സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. സ്വർഗത്തിലെ സൈന്യം എന്ന് വിശേഷിപ്പിക്കുന്ന ആരെയാ? സഭയാണ്. അപ്പൊ ആ സൈന്യത്തിൽ ഇവരില്ല. സ്വർഗത്തിലെ സൈന്യം ശുദ്ധവും ഒന്നുകൂടെ വായിച്ചു.
സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. എത്രാം വാക്യം? 14 വാക്യം. 4 വാക്യം വായിച്ചേ. 19:4. 24 മൂപ്പന്മാരും 4 ഈ 19 സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഈ മൂപ്പന്മാരും 4 ജീവികളും സന്തോഷിച്ചുല്ലസിച്ച് പറയുകയാണ്, ഞങ്ങളുടെ കുഞ്ഞാടിന്റെ കല്യാണം വന്നു, അവന്റെ കാന്തയും. വായിച്ചേ. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. അടുത്ത്, നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്നും പുറപ്പെട്ടു. അടുത്ത്, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും വലിയ എല്ലാവരും ആരാ? ഈ 24 മൂപ്പന്മാര്, 4 ജീവികള്, ദൂതന്മാര്, സകല മനുഷ്യർക്കും വലിയ സന്തോഷമായി. കാരണം എന്താ? കുഞ്ഞാടിന് കല്യാണം. ഇത് ആക്ഷേപമായ കല്യാണമൊന്നും അല്ല കേട്ടോ, തൻ്റെ സഭയെ ചേർക്കുന്ന കാര്യം പറയുകയാണ്. അപ്പം തൻ വന്ന് തൻ്റെ ജീവൻ കൊടുത്ത് സഭയെ നേടി, അത് പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷമാണ്. അതാണ് യെശയ്യാ 53 വായിക്കുമ്പോൾ, പുത്രനെ തകർക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നി, അങ്ങനെ തകർക്കപ്പെട്ടതിനാൽ എന്തുണ്ടായി? തൻ്റെ സന്തതിയെ കണ്ട് ദീർഘായുസ് പ്രാപിച്ചതാണ്. അപ്പോൾ ആ സന്തതിയാണ് ഈ പറഞ്ഞ വെളിപ്പാട് 12 4-ാം അധ്യായത്തിൽ സന്തതി. അതുതന്നെയല്ല, ആ സന്തതിയാണ് മീഖായുടെ പുസ്തകം 5:3 വായിക്കുമ്പോൾ, 2-3 വായിച്ചേ. അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച്, സഭയെക്കുറിച്ചുള്ള പ്രവചനം ഇവിടെ കാണുന്നുണ്ട്. വായിച്ചേ. മീഖ 5:2-3. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഇസ്രായേലിൽ അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ഇതാരെ കുറിച്ചാ? യേശുക്രിസ്തുവിനെ കുറിച്ച്. തൊട്ട് താഴെ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. വായിക്കാം. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനവുമായത് തന്നെ, അതുകൊണ്ട് പ്രസവിക്കുവാനുള്ളവൾ. അതുകൊണ്ട് ആര്? യേശുക്രിസ്തു ലോകത്തിൽ വന്ന് താൻ അവതരിച്ച ഈ കാര്യങ്ങൾ നടത്തിയത് കൊണ്ട്, therefore വായിക്കാം. അതുകൊണ്ട് പ്രസവിക്കുവാനുള്ളവൾ പ്രസവിക്കുവോളം അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവൻ അവരെ ആരെ? ഇസ്രായേലിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അവർക്ക് ഇതുവരെ റെഡി ആയിട്ടില്ല. ഇനി ഇവൾ പ്രസവിക്കണം. ഈ സ്ത്രീയുടെ പ്രസവം കഴിഞ്ഞേ ഇനി യഹൂദൻ രക്ഷയുള്ളൂ. അതല്ലേ ഉപദേശം. അപ്പോൾ പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കും വരെ അവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അടുത്ത വാക്യങ്ങൾ വായിച്ച്. അവന്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങി വരും. അവന്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ എപ്പോൾ? ഈ പ്രസവം കഴിഞ്ഞിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അതെന്നത്തെ കാര്യമാണ്? ആ ശേഷിപ്പിനെയാണ് 144,000 എന്ന് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നത്. അതൊക്കെ നമ്മൾ പലതും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ പ്രസവമാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്ന സ്ത്രീ സൂര്യനെ അണിഞ്ഞതും. എന്താ സൂര്യനെ അണിഞ്ഞെന്ന് പറഞ്ഞാൽ? അത് സഭയാണ്. അത് പിന്നീട് ഒരിക്കൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സൂര്യൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു. സ്നാനപ്പെടുമ്പോൾ യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഗലാത്യർ 3:27. നീതി സൂര്യൻ രോഗാപശാന്തിയോട് ഉദിക്കും. ഇപ്പോൾ ചുരുക്കമായി പറഞ്ഞു പോകാം, പിന്നെ ഒരിക്കലും നമുക്ക് ദൈവം അനുവദിച്ചാൽ എക്സ്പ്ലനേഷൻ ചെയ്യാം. ചന്ദ്രൻ റോമർ 5:2 വായിക്കുമ്പോൾ കാൽക്കിഴി ചന്ദ്രൻ. ചന്ദ്രൻ സ്വയം പ്രകാശ ഗോളമല്ല, അതാണ് കൃപയിൽ നിൽക്കുക. റോമാലയത്തിൽ വായിക്കുമ്പോൾ 5:2 നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. അപ്പോൾ സഭ നിൽക്കുന്ന എവിടെ? കൃപയിലാണ്. അതാണ് ചന്ദ്രൻ. സൂര്യൻ എന്ന് പറഞ്ഞാൽ നീതി ധരിച്ചിരിക്കുന്നവൻ. നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന്. അങ്ങനെ ഒരുപാട് വാക്യങ്ങളുണ്ട് അതിനൊക്കെ. അത് പിന്നീട് ചിന്തിക്കാം. സൂര്യൻ അണിഞ്ഞിരിക്കുന്നു. പിന്നെ നക്ഷത്രങ്ങൾ, 12 നക്ഷത്രങ്ങളുടെ കിരീടം. വായിച്ചേ. താഴെ വായിക്കുമ്പോൾ ആ സ്ത്രീക്ക് 12 നക്ഷത്രങ്ങളുടെ കിരീടമുണ്ട്. വായിച്ചു, അവിടെ വായിച്ചു. സിംഹാസനത്തിന് ചുറ്റിലും 12 വായിച്ചവര്. 12-ാം അധ്യായത്തിൽ ആ സ്ത്രീയുടെ തലയിൽ 12 നക്ഷത്രങ്ങളുടെ കിരീടം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴെ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങളുള്ള കിരീടവും ഉണ്ടായിരുന്നു. അപ്പൊ സൂര്യൻ നീതി ധരിച്ച സഭ, കൃപയിൽ നിൽക്കുന്ന സഭ, 12 നക്ഷത്രങ്ങളാണ് ഇവിടെ കിരീടമാക്കുന്നത്. അതാണ് അപ്പോസ്തോലികമായ ഉപദേശങ്ങൾ. എന്താ സഭയ്ക്കുള്ള വ്യത്യാസം? ഇപ്പോൾ എത്രയോ സഭകൾ നമ്മുടെ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവസഭയ്ക്കുള്ള പ്രാധാന്യം എന്താ? അവർ അപ്പോസ്തോലിക ഉപദേശം വിശ്വസിക്കുന്നു. സമുദായ സഭകളൊക്കെ കണ്ടില്ല, അവരും അപ്പോസ്തോലിക ഉപദേശം വിശ്വസിക്കുന്നെങ്കിലും പിൻപറ്റുന്നില്ല. പെന്തിക്കോസുകാരാണേലും അപ്പോസ്തോലിക ഉപദേശം പറഞ്ഞുകൊണ്ട് നടന്ന് നോക്കത്തില്ല, അത് പിൻപറ്റണം. ആ ഉപദേശമാണ് ഇവിടെ ആരാക്കുന്നത്? കിരീടധാരിയായി മാറ്റുന്നത്. എസ്തേറിനെ മറ്റ് സ്ത്രീകളെക്കാൾ വിശേഷതയുള്ളവളാക്കി തീർത്തത് അവൾ തീരുമാനവും പ്രതിഷ്ഠയും വേർപാടും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതാണ് അപ്പോസ്തല പ്രവൃത്തി
2-ാം അധ്യായത്തിൻ്റെ വായിച്ചു വരുമ്പോൾ 38 മുതൽ 42 താഴോട്ട് വായിക്കുമ്പോൾ ഇതെല്ലാം അതിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെ ജീവിച്ച് പൂർണ്ണരാക്കപ്പെട്ട സഭ, കറയും ചുളുക്കവും പാട്ടും മാലിന്യം ഒന്നുമില്ലാതെ, എഫേസ്യർ 1:4 വായിക്കുമ്പോൾ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതില്ല. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുന്ന ഏതൊരു വിശ്വാസിയും, അത് TPM ആണേലും IPC ആണേലും ചച്ചക്കോടാണേലും പേരൊന്നും ഇവിടെ വിഷയമല്ല. അതുകൊണ്ട് CPM-കാരും വലിയ അഹങ്കാരം ഒന്നും എടുക്കണ്ട. നിങ്ങൾ ഈ പൊസിഷൻ എത്താതെ വെള്ളയോടെ ഇട്ടുകൊണ്ട് മീശയും പഠിച്ചാവുന്ന സ്വർഗത്തിൽ പോകരുന്ന് ഓർത്തോണം കേട്ടോ. ഇത് പറയുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്, ഇന്നല്ല നിത്യ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ. അതുകൊണ്ട് അഹങ്കാരം നിങ്ങളെല്ലാം കളഞ്ഞിട്ട് താഴ്മയോടെ ദൈവത്തെ പിൻപറ്റാൻ നോക്കിക്കോണം. അപ്പോൾ ഇതാണ് സൂര്യനെ അണിഞ്ഞ സ്ത്രീ. ഈ സ്ത്രീ എന്ത് ചെയ്തു? ആൺകുട്ടി എടുക്കപ്പെട്ടപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നവൾ മരുഭൂമിയിലേക്ക് പോയതാണ്. താഴോട്ട് വായിച്ചു വരുമ്പോൾ അവളെ ഒരു കാലം, ഇരുകാലം, അരക്കാലം, 3.5 വർഷം അന്തിക്രിസ്തുവിൻ്റെ കാലത്തിൽ അവളെ സൂക്ഷിക്കേണ്ടതിന് 2 ചിറക്, വിശ്വാസവും സഹിഷ്ണുതയും പ്രാപിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപയും കൊടുത്ത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. പക്ഷേ പെട്ടെന്ന് സാത്താൻ ഇവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ വന്നപ്പോൾ ആ കൂട്ടത്തിൽ 2 ഗ്രൂപ്പായി. അപ്പോൾ ഒരു കൂട്ടർ എടുക്കപ്പെട്ടു. അതാ പാസ്റ്റർ MT തോമസ് പറയുന്നത് ABC. A എടുക്കപ്പെടും, B കൈവിടപ്പെടും, C രക്തസാക്ഷിയാകും. അപ്പോൾ ഈ കൈവിടപ്പെടുന്ന സഭ താഴോട്ട് വായിക്കുമ്പോൾ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് മരുഭൂമിയിലൊരു സ്ഥലം ലഭിച്ചു. എത്ര വാക്യം അത്? 12 വരുന്നോ? വായിച്ചേ, താഴെ വായിക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് പെട്ടെന്നൊരാളെന്ത് ചെയ്തു? സ്ത്രീക്ക് ഭൂമി തുണ നിന്നെന്നാണ്. ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. വാക്യം അതാണ് 16-ാം വാക്യം. 16-ാം വാക്യം. ഭൂമി എന്ന് പറഞ്ഞാലാ? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ വായിച്ചേ, ഭൂമിയിൽ നിന്നൊരു മൃഗം കയറി വന്നു. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്നും കയറി വരുന്നത് ഞാൻ കണ്ടു. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന്. അതാണ് സഭ നേതാവ്. സകല മതങ്ങളെയും ഒന്നാക്കി എടുക്കുന്ന ഒരു മതം വരാൻ പോവുകയാണ്. പണ്ട് കഴിഞ്ഞ കാലത്തിൽ പോപ്പിൻ്റെ കാലത്ത് വത്തിക്കാൻ സിറ്റിയിലെ മാതാമൃത എന്ന് പോയി സകല ഗുരുക്കന്മാരും പോയി ഒപ്പിട്ടില്ലേ, ഇനി ഒരു മതം മതി. അതൊക്കെ ദൈവത്തെ വരുന്ന ഈ മതങ്ങളെല്ലാം അബോളിഷ് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്, എല്ലാം ഒന്നിക്കൊണ്ടുവരിക. അപ്പോൾ അതാണ് മതനേതാവ്. അപ്പോൾ ഈ കൈവിടപ്പെട്ട് ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്കറിയാം വിശ്വാസികൾ എത്ര പേരുണ്ട്, യഥാർത്ഥ വിശ്വാസികൾ. പറ, സുവിശേഷ വേലക്കാർ എത്ര പേരുണ്ട്, യഥാർത്ഥ വേലക്കാർ? അവരെന്ത് ചെയ്യും? വിശ്വാസത്തിൽ മരിക്കും. അതിപ്പോഴേ നമുക്കറിയാമല്ലോ, ഇപ്പോഴേ കാണുമ്പോൾ അറിയാം. ഏതാ ഉണ്ണിയെ കാണുമ്പോഴേ അറിയാം, ഇല്ലയോ? അപ്പോൾ നിങ്ങൾ തന്നെ ഒരുക്കിക്കോണം. അപ്പോൾ നല്ല ശതമാനം വിശ്വാസികളും ഒരു വലിയ കൂട്ടം വേലക്കാരും കൈവിടപ്പെട്ടു പോകും. ശേഷിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, ചെറിയ ആട്ടുകൂട്ടമേ ചെറിയവരുടെ നേരെ. അതാ ഞാൻ പണ്ട് ദർശനം കണ്ട് പറഞ്ഞു, എന്താ പറഞ്ഞില്ലേ, 2 ബസ് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു, വോൾവോ ബസ്. അതിലൊന്ന് വേലക്കാർ മൊത്തം കയറി, 2ാമത്തെ ബസ്സിൽ വേലക്കാരും വിശ്വാസികളും ചെന്നപ്പോൾ ബസ് വിട്ടു പോയി. അതിന് നമ്മുടെ വേറെ പെന്തിക്കോസുകാരൻ സഹോദരൻ വിചാരിച്ചത്, ഇപ്പം പെന്തിക്കോസ് എല്ലാം തീരാൻ പോവുകയാണ്, തീർന്നു കഴിഞ്ഞാൽ ഒരു ബസ്സിൽ കൊള്ളാവുന്ന ആള് CPM ഉണ്ടാകൂ എന്നുള്ളതായ വ്യാഖ്യാനം കേട്ടാണ് വേറൊരു സഹോദരൻ ഇതിനെ തകർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പ്രസംഗമെല്ലാം നടത്തി യൂട്യൂബിൽ കൊണ്ട് അടിച്ച് തകർക്കാൻ തുടങ്ങി. ഇപ്പം പൊളിയെന്നും പറഞ്ഞു കാത്തുകെട്ടിയിരിക്കുകയായിരുന്നു, പക്ഷെ നടന്നില്ല. വെളിപ്പാടില്ലാതെ ജനം മര്യാദ കെട്ട് പറഞ്ഞ പോലെ പറഞ്ഞതിൻ്റെ വെളിപ്പാട് ഇവർക്ക് മനസ്സിലാകാതാണ് അവർ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് പുള്ളി ആകെ പരിശ്രമം നടത്തി CPM ഒന്ന് പൊളിച്ചെടുക്കാൻ. അത് നടന്നില്ല, പോട്ടെ. അപ്പോൾ ഇതാണ് ഒരു ചെറിയ കൂട്ടം, അവർ കർത്താവിൻ്റെ വരെ പോവും. ചെറിയ കൂട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ കൂട്ടമൊന്നുമല്ല, വലിയൊരു സംഖ്യ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും കാണും. അത് CPM ഉണ്ടാകും, നമ്മൾ അറിയപ്പെടാത്ത സ്ഥലത്തൊക്കെ കാണും. നിങ്ങളറിയാത്ത വേറെ ആടുകളും, യേശു പറഞ്ഞു, നിങ്ങളറിയാത്ത വേറെ ആടുകളും എനിക്കുണ്ട്. അവരൊരു പക്ഷേ നമ്മളെപ്പോലെ വെള്ളസാരിയും നീട്ടൊക്കെ ഇട്ടില്ലേലും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടൊരു സഹോദരൻ എന്നെ വിളിച്ചു. അച്ചായൻ പണ്ട് ഇവിടെ ഒരു കോട്ടിട്ട് പ്രസംഗിച്ചപ്പം ഇവിടുത്തെ വിശ്വാസികൾക്ക് ചിലർക്ക് പിടിച്ചില്ല. ഇപ്പോഴല്ല, 6 വർഷം മുമ്പ് എന്നോടും പറഞ്ഞു, അച്ചായൻ ആ കോട്ട് അകത്തിട്, ഞാൻ കാണുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഏതാ ഈ കറുത്ത കോട്ട് അകത്തിട്ടിട്ട് വെള്ള കാണിയില്ല, അപ്പോഴും ഞങ്ങൾക്ക് സന്തോഷം. ഇതൊരു മതമല്ലേ? അപ്പോൾ ഒരു സഹോദരൻ വിളിച്ചു, അച്ചായ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ അമേരിക്കയിലെ സുവിശേഷ വേലക്കാരെടുക്കുന്ന സമയത്ത് പാസ്റ്റർ ഏബ്രഹാം സൂട്ടും കോട്ടും ഇതുപോലെ ഒരു കടും കളറുള്ളതായ ഉടുപ്പാണ് പുള്ളിയിട്ടിരിക്കുന്നത്. വേലയ്ക്കെടുക്കാമെന്ന പയ്യനും സാമുവൽ, നമ്മുടെ എനിക്കറിയാം, ഫാമിലി എനിക്കറിയാം, നമ്മുടെ സാറിൻ്റെ മോളാണ്, ഈ കൊച്ചുമോനാണ്. സാറ് പണ്ട് കാടമണിൽ റിസർച്ചിലൊക്കെ ഉണ്ടായിരുന്ന സാറത് അമ്പലവയലിലെ ഉണ്ടായിരുന്നു സാർ, ഇവിടെ പട്ടംകൊള്ളിലൊക്കെ ഉണ്ടായിരുന്നു, പേര് പറഞ്ഞത്
ജോർജ് സാറിൻ്റെ കൊച്ചുമോനാണ്. അതായത് അനിലയുടെ. അപ്പോൾ അവനെ വിളിച്ചായിരുന്നു, ഇങ്ങനെ മോൻ വേലയ്ക്ക് ഇറങ്ങാൻ പോകാമെന്ന്. അവനും സൂട്ടും കോട്ടും ഒക്കെ ഇട്ട്, അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ ഓരോ രാജ്യത്തിൻ്റെ ഓരോ സംഘടനയുടെ നിയമങ്ങളല്ലാതെ ഇതൊന്നും അല്ല വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാധാന്യം. അകത്തെ മനുഷ്യനെ ക്ലിയറാക്കി കൊണ്ടുവന്നതിന് പകരം പുറമേ ഉള്ള പക്വതി കാണിച്ചിട്ട് ഈ അനാവശ്യമൊക്കെ ചെയ്ത് ജീവിച്ചാൽ നരകത്തിലേ പോകത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ സഭ എടുക്കപ്പെട്ടു, ബാക്കി സ്ത്രീ കൈവിടപ്പെട്ടു. സ്ത്രീയല്ല വലുത്. അപ്പോൾ ബഹുഭൂരിപക്ഷം വിശ്വാസികളും വേലക്കാരും കൈവിടപ്പെടും എല്ലായിടത്തും. അതിലൊരു ഗ്രൂപ്പ്, വലിയൊരു ഗ്രൂപ്പ്, ഈ ഭൂമി, അതാ കള്ളപ്രവാദികൾ എന്ന് പറയുന്ന മത നേതാവ് പോയി സഹായിച്ച് പിശാചിനവനെ രക്ഷിക്കും. അപ്പോഴും ഒരു കൂട്ടര് സത്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. സ്ത്രീயின் സന്തതിയോട് വായിച്ചേ അവസാന വാക്യം 12 വെളിപ്പാട് 12 അവസാനത്തിൽ, അവളുടെ സന്തതി ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ആൺകുട്ടി, അവളുടെ സന്തതി, 3 ഗ്രൂപ്പുണ്ട്. അപ്പോൾ സഭ 3 ഗ്രൂപ്പാണ്. ആൺകുട്ടി കർത്താവിൻ്റെ മേൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാർ. ആ വിശുദ്ധന്മാരിൽ നിന്ന് ചിലർ, കഴിഞ്ഞ ആഴ്ച ഒരാൾ ചോദിച്ചു, വിശുദ്ധന്മാർ കൈവിടപ്പെട്ടു പോവോ? അപ്പോൾ പിന്നെ ആരെ എടുക്കപ്പെടുന്നത്? എഫെസ്യർ 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ് എന്നാണ്. വിശുദ്ധന്മാരായാൽ മാത്രം പോരാ. വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ വിശുദ്ധന്മാർ കൈവിടപ്പെടുന്ന എഴുതിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? 2 പേപ്പർ കിട്ടിയില്ല. അരിയേഴ്സ് എഴുതാനുണ്ട്. ഒന്ന് എന്തൊക്കെയാണ്? വിശ്വാസവും സഹിഷ്ണുതയും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. വെളിപ്പാട് ദിവസം 13-10 വായിക്കണ്ട. വായിച്ചു. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അപ്പോൾ വിശുദ്ധന്മാർ കൈവിടപ്പെട്ടു. പിന്നെ ആരെടുക്കുന്നത്? പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം, ലാസ്റ്റ് ചിന്തിക്കാം കുറച്ചുകൂടെ. അപ്പോൾ പൂർണ്ണരാക്കപ്പെട്ട വിശുദ്ധൻ, നമ്മൾ പറയുന്നില്ലേ, പൂർണ്ണരാ പ്രിയനെ പോ ഈഹത്തിൽ ജീവിച്ചവർ പൂർണ്ണ ശോഭയോടെ സിയോനിൽ വാഴുമേ. പൂർണ്ണ ശോഭയോടെ സിയോനിൽ വാഴുമേ. ഇത് പഠിപ്പിക്കാൻ പല ഭാഷന്മാർക്കും ധൈര്യമില്ല. ഞാൻ പൊതുവെ പറയാട്ടോ, പെന്തിക്കോസ്റ്റ് മിഷൻ മാത്രമല്ല. കാരണം അവരും ഇപ്പം എണ്ണ പൂശി കുഴപ്പമില്ല, രക്ഷിക്കപ്പെട്ടവരിൽ നമ്മൾ കർത്താവിൻ്റെ ഒരു പോകും. രക്ഷിക്കപ്പെട്ടവർ പോകും, പക്ഷേ രക്ഷിക്കപ്പെട്ടവർ പൂർണ്ണരാക്കപ്പെട്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരെ പോകത്തുള്ളൂ. അത് നരകത്തിൽ പോകുന്നില്ല. രക്ഷിക്കപ്പെട്ട് ശരിയായി ജീവിക്കുന്നവരാരും നരകത്തിൽ പോകത്തില്ല. പക്ഷേ ഇവിടെ ഉപദേശം വെളിപ്പാട് പുസ്തകത്തിൽ അതല്ലല്ലോ, നഗരത്തിൽ പോകുന്ന കാര്യമാണ്. നോട്ട് നരകം ബട്ട് നഗരം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നഗരം ആൻഡ് നരകം? അത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം. കർത്താവിൻ്റെ മണവാട്ടി നഗരം, വെളിപ്പാട് പുസ്തകം 21-10 വായിക്കണ്ട. അപ്പോൾ ഇതാണ് എൻ്റെ സന്ധ്യ. അപ്പോൾ ആ സന്തതി എന്ന് പറയുന്ന ആരാ? വീണ്ടും വായിച്ച് 12-ന്റെ അവസാനം, സ്ത്രീയുടെ സന്തതിയെ. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷിയുള്ളവരുമായി. ശ്രദ്ധിക്കുക, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷിയുള്ളവരുമായി. അവളുടെ സന്തതി ശേഷിപ്പുള്ളവരോട്. സന്തതിയുടെ ശേഷിപ്പല്ല, ശ്രദ്ധിച്ചോണം, സ്ത്രീയുടെ ശേഷിപ്പല്ല, സന്തതിയുടെ ശേഷിപ്പ്. സ്ത്രീ മൊത്തം പിന്മാറി പോകും. അതുകൊണ്ടാണ് ഇതാണെന്ന് പെന്തക്കോസ്തുകാരിൽ ബഹുഭൂരിപക്ഷവും സത്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറല്ലാത്ത എല്ലാ പെന്തക്കോസ്തുകാരും ബഹുഭൂരിപക്ഷം വിശ്വാസികളും വേലക്കാരും കൈവിടപ്പെട്ടത് ക്രിസ്തുവിനോട് ചേരും. മുദ്രയും ഇവരൊരു വാക്സിൻ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, പേടിച്ച് വിറച്ചെല്ലാം പോയി വാക്സിൻ എടുത്തില്ലയോ, ചത്തുപോകുമെന്ന് പറഞ്ഞു. കാരണം ലോകത്ത് ജീവിക്കാനുള്ള ആശ. അതുകൊണ്ട് ആ തെറ്റ് തിരുത്തിക്കോണം, സമയമുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൽ നല്ല പോർ പൊരുതാൻ തയ്യാറായി നിന്നോണം. അതൊക്കെ അല്ലെങ്കിൽ ചുമ്മാ കിട്ടും. ഇവിടെ 1000 വർഷം ഭരണകർത്താക്കന്മാരൊക്കെ മാറ്റണമെങ്കിൽ ഇവിടെ 4 വർഷം 5 വർഷം കേരളത്തിലൊരു MLA മന്ത്രിയാകുമ്പോൾ എന്ത് പെടാപ്പാടകന്മാർ കാണിക്കുന്നത്, അല്ല ഒരു MP ആകാൻ. അങ്ങനെയെങ്കിൽ 1000 വർഷം ഭരണത്തിൽ പങ്കാളി ചുമ്മാ ചെറിയ കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. വിശുദ്ധന്മാരുടെ കൂടെ നിന്ന് സോപ്പിട്ടുകൊണ്ട് അവിടേക്കും പോകരുത്. വിശുദ്ധനും പോകത്തില്ല, ഇവരും പോകത്തില്ല. സൂക്ഷിച്ചോണം. സ്തോത്രം. അപ്പോൾ സ്ത്രീയിൽ സന്തതി, ആ സന്തതിയാണ് രക്തസാക്ഷികളായിത്തീരുന്നത്. ആ രക്തസാക്ഷികളാണ് എവിടെ എഴുതിയിരിക്കുന്നത്? 15-ാം അധ്യായത്തിന് 2-ാം വാക്യം വായിച്ചേ. വെളിപ്പാട് ദിവസം 15-2. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്ന് മൃഗത്തോടും അതിന്റെ പ്രതിമയോടും. നോക്കണം, തീ കലർന്ന. അപ്പം അത് ആ സ്ഥാനത്തില്ല കേട്ടോ, പളുങ്കടൽ എന്നേ പറഞ്ഞുള്ളൂ. കാരണം യോഹന്നാൻ ഇത് വെളിപ്പാട് കാണുമ്പോൾ ഈ പളുങ്കടൽ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇത് കർത്താവിൻ്റെ വരവിന് ശേഷം സംഭവിക്കേണ്ട കാര്യമായതുകൊണ്ട് അത് എങ്ങനെ സംഭവിക്കുന്നു? മൃഗത്തോടും അവൻ്റെ മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നത് ഞാൻ പളുങ്ക് കടലിനരികെ നിൽക്കുന്നത് കണ്ടു. നോക്കണം, താഴെ വായിക്കാം. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും. ഇവ 2 പാട്ട് പാടും.
ഇവർക്ക് 2 പാട്ട് പാടാൻ അറിയാം. അപ്പോൾ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലോ തമിഴ്നാട്ടിലോ കർണാടകയിലൊക്കെ പോയി താമസിച്ച് വരുന്നവരെന്ത് ചെയ്യും? ഇവിടെ വരുമ്പോൾ 2 ഭാഷ സംസാരിക്കാൻ കഴിയും അല്ലേ? അപ്പോൾ ഇവർ 2 കാലഘട്ടത്തിൽ കൂടെ പോയവരാണ് ഇവർ. ഒന്ന് കൃപയുടെ കാലത്തിൽ സഭയുടെ അംശമായി ജീവിച്ച വിശുദ്ധന്മാർ കൈവിടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണ കാലത്തിലേക്ക് ഒരു വർഷത്തെ 7 ആഴ്ച ഒരാഴ്ച വട്ടത്തേക്ക് വീണ്ടും ന്യായപ്രമാണ കാലത്തിലേക്ക് പോയി. അത് മോശയുടെ പ്രമാണമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് 2 പാട്ട് പാടാൻ കഴിഞ്ഞത്. യേശുവിൻ്റെ പാട്ടും പാടും, ഇവർ മോശയുടെ പാടും. രക്തസാക്ഷികളാണ്. ഇത് സഭയുടെ ശേഷിപ്പായ രക്തസാക്ഷികളെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതോട്ട് വായിക്കാം. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായ. നമ്മൾ പിന്നെ കാണുന്ന ഇവിടെ ഇതിനുശേഷം വെളിപ്പാട് 7-ാം അധ്യായം നമ്മൾ വരുമ്പോൾ അതിനുശേഷം വീണ്ടും ഇവരെ നമ്മൾ കാണുന്നുണ്ട്. വായിച്ചേയും 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ. ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും. ഇതിനുശേഷമാണ് അവിടെ ഞാൻ പറഞ്ഞല്ലോ വെളിപ്പാട് 2 കാഴ്ചപ്പാട്, ഒന്ന് യഹൂദൻ്റെയും ഒന്ന് സഭയുടെയും. അപ്പോൾ യഹൂദൻ്റെ കാഴ്ചപ്പാട് 144,000 പേരെ മുദ്രയിട്ടു. പക്ഷേ അവരുടെ സംഭവം കഴിഞ്ഞിട്ടില്ല. അത് അടുത്ത 3.5 വർഷത്തിലാണ്. എന്നാൽ ഈ കണ്ടതിന് ശേഷമൊന്നുമല്ല, അത് 3.5 വർഷം കഴിഞ്ഞതിന് ശേഷമല്ല, ഈ ദർശനം കണ്ടതിന് ശേഷം അടുത്ത് വേറൊരു ദർശനം കാണിക്കുകയാണ്. വായിക്കാം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നും ഉള്ളതായി. അപ്പം ഇത് യഹൂദൻ്റെ കാര്യമല്ലല്ലോ. സകല ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകൾ. അതാരാ? അത് സഭയുടെ ശേഷിപ്പാണ്. സന്തതിയുടെ, സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പായിട്ടുള്ള രക്തസാക്ഷികളായി തീരേണ്ടവരാണ്. അതുകൊണ്ട് ചില പറയുന്നത് സഭ മുദ്രത്തിൽ കൂടെ പോകത്തില്ല. സഭയുടെ ശേഷിപ്പ്, സന്തതിയുടെ ശേഷിപ്പാണ് ഈ പറഞ്ഞ രക്തസാക്ഷികൾ. താട്ട് വായിക്കാം. ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അവർക്കും വെള്ള നിലയങ്കിയുണ്ട്. കാരണം അവരും ജയിച്ചവരാണ്. ആ മൃഗത്തിൻ്റെ കാലഘട്ടത്തിൽ അവർ ജയിച്ചവരാണ്. അതുകൊണ്ട് വെള്ള നിലയങ്കിയുണ്ട്. പിന്നെ കയ്യിൽ കുരുത്തോല. നമ്മൾ പാടത്തില്ലേ, കുരുത്തോല പെരുന്നാളിന് പള്ളിയിൽ പോകുന്നൊരു പാട്ടൊക്കെ ഇല്ല ഇല്ലയോ? പ്രതികോസാറിയാണോ അതോ പിന്നെ കേട്ടിട്ടുണ്ട്, എവിടെയോ കേട്ടതാണ് ഇല്ലയോ? കുരുത്തോല പെരുന്നാളിന് ഞാൻ കുറേ പോയതാണ്. കുരുത്തോല പെരുന്നാളിന് കുരുത്തോല വാങ്ങിച്ചു വിട്ട് വീട്ടിൽ കൊണ്ടുവെക്കും. പെസഹ ഞായറാഴ്ച, പെസഹ വ്യാഴാഴ്ച അത് പൊടിച്ച് കത്തിച്ച് പൊടിച്ചുമൊക്കെ പായസത്തിനകത്ത് ചേർക്കും. പാല് കാച്ചുമ്പോൾ അതിനകത്തിട്ട് കുടിക്കും ഓർമ്മയ്ക്കായിട്ട്. അപ്പോൾ ആ കുരുത്തോല എന്ന് പറയുന്നത് ഇതേ കാണിക്കുന്നു. അതും ജയത്തെ കാണിക്കും. കർത്താവായ യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴുതപ്പുറത്ത് കുരുത്തോലയും ഒക്കെ വെട്ടിയിട്ടതിൻ്റെ ഒരു അർത്ഥമാണ്. 2 ഉയർപ്പിനെ കാണിക്കുകയാണ് കേട്ടോ. അതിന് ഉയർപ്പിനെ കാണിക്കുകയാണ്. കാരണം ഈ പഴയ മരത്തിൽ നിന്ന്, പഴയ കൂമ്പിൽ നിന്ന് പുതിയ നാമ്പ് വരുന്നത് അതിന് ഉയർപ്പിനെ കാണിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തുന്നേറ്റ്, ഇവരും ഉപദ്രവകാലത്ത് നിന്ന് ഉയർത്തുന്നേറ്റപ്പെട്ടവരാണ്. അതാണ് വെള്ള കുരുത്തോല. അടുത്തത് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ. അപ്പോൾ ഇവരാണ് യോഹന്നാൻ കണ്ട പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. അത് 2 ഗ്രൂപ്പുണ്ട് കേട്ടോ. ആ വായിച്ച് വെളിപ്പാട് 4-ാം അധ്യായത്തില് സിംഹാസനത്തിന് മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടി. 6-ാം വാക്യമല്ലേ അല്ലയോ? 6 വായിക്കാം. സിംഹാസനത്തിന് മുൻപിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. നോക്കണം. അപ്പം ഈ പളുങ്കിനൊത്ത കണ്ണാടിക്കടല് ഇപ്പോൾ എന്ത് ചെയ്തു? അത് 2ആയിട്ട് മാറി. 2ആയിട്ട് കാണുക. പിന്നെ നിത്യതയിൽ ഒന്ന് സാധാ പളുങ്കിടൽ. 15-ന് 2 വായിച്ചപ്പോൾ 15-2 വായിച്ചേ. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്ന്. ഇവർ മൃഗത്തിന്റെ കാലത്ത് കഠിന പരിശോധന കൂടെ പോയവരാണ്. ചെറിയ ഉപദ്രവമൊന്നും അല്ല കേട്ടോ. ആ കഠിന ഉപദ്രവത്തിൽ കൂടെയാണ് തീ കലർന്ന പളുങ്കിടൽ. ഇവരാണ് രക്തസാക്ഷികൾ. മൃഗത്തിൻ്റെ അല്ലെങ്കിൽ എതിർക്രിസ്തുവിൻ്റെ കാലത്തിൽ രക്തസാക്ഷികളായി തീർന്നവർ. അപ്പോൾ ഈ രക്തസാക്ഷികളെയാണ് ഈ പളുങ്ക്. അവർ 2 കടൽ നമുക്ക് നിത്യയിൽ കാണാം. ഒന്ന് ഈ പളുങ്കടൽ 2ആയിട്ട് വേർതിരിക്കും. അതവിടെ എഴുതിയിരിക്കുന്നത് വെളിപ്പാട് 20-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ആ രക്തസാക്ഷികൾ തന്നെ 2 ഗ്രൂപ്പുണ്ട്. ഒന്ന് യേശുവിൻ്റെ സാക്ഷി നിമിത്തവും ദൈവവചന നിമിത്തവും രക്തസാക്ഷികളായവരും. 2ആയിട്ട് അവർ പറയുന്നത്. വായിക്കാം. 4-ാം വാക്യം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. 20-4. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരുമായ, നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെയും ആത്മാക്കളെയും ഞാൻ കണ്ടു. അപ്പം ഇവർക്ക് വാഴ്ചയുണ്ട്. രക്തസാക്ഷികളും 1000 വർഷം വരും നമ്മൾ പറഞ്ഞില്ലേ. അപ്പം ഇവിടെ 2 രക്തസാക്ഷികളുടെ ഗ്രൂപ്പിനെ കാണുന്നു. ഒന്ന്
യേശുവിൻ്റെ വചന നിമിത്തം, ദൈവവചന നിമിത്തം. യേശുവിൻ്റെ വചനം എന്താ? സ്തേഫാനോസിൻ്റെ കാലം മുതൽ കർത്താവിൻ്റെ വരവരെ സാധാരണ രക്തസാക്ഷികൾ അവർ ഉപദേശങ്ങളെല്ലാം പൂർണ്ണത പ്രാപിച്ചില്ലെങ്കിലും വിശ്വാസത്തിൽ ജയം പ്രാപിച്ചവരാണ്. ആ വിശ്വാസത്തിൽ ജയം പ്രാപിച്ചവർക്ക് അവർക്ക് ഒരു കിരീടമുണ്ട്, ഒരു വെള്ളവസ്ത്രമുണ്ട്. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, നീതിയുടെ കിരീടം. അതെല്ലാവർക്കും ഉണ്ട്. ഓട്ടം തികയ്ക്കുന്നവർക്കല്ല. അതാണ് ഈ 24 മൂപ്പന്മാർക്കും കിരീടം കിട്ടിയിരിക്കുന്നത്. വസ്ത്രം തന്നെയാണ്. വസ്ത്രം അവർ ആ കാലഘട്ടത്തിൽ നീതിമാന്മാരായി ജീവിച്ചു. നോഹ നീതിമാനായി ജീവിച്ചു. അപ്പോൾ നീതിയുടെ കിരീടം അവന് കിട്ടും. ഓട്ടം തികച്ചവർക്കെല്ലാം നീതിയുടെ കിരീടം. അതാണ് ഈ കിരീടം എന്ന് പറയുന്നത്. 2 പരീക്ഷ അല്ലേ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന് ജീവകിരീടം കിട്ടും. രക്തസാക്ഷികളായി മരിക്കുന്നവർക്ക് മറ്റൊരു കിരീടം, നീതിയുടെ കിരീടം. ഇനി നീതിയല്ല, ജീവകിരീടം. അപ്പം ജീവകിരീടമാണ് ഇവർ കിട്ടുന്നത്. നീതിയൻ കിരീടം ആരാ? ഓട്ടം തികയ്ക്കുന്നവർക്കാണ്. അത് പൗലോസിനെ പോലെ പറയുന്നത് നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കിരീടമെങ്കിലും പഴയ വിശുദ്ധന്മാർ കാണുന്നുണ്ട്. അതെന്താ? ജീവകിരീടം ഉറപ്പാണ്. കാരണം അവരുടെ പരീക്ഷാഘട്ടങ്ങളിൽ അവർ ജയം പ്രാപിച്ച രക്തസാക്ഷികൾക്കും പഴയ വിശുദ്ധന്മാർക്കും അത് ലഭിക്കും. നീതിയുടെ കിരീടം ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം ഓട്ടം അവസാനിച്ചവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും അല്ല, ആ പ്ലാൻ പ്രകാരം ഓട്ടം അവസാനിച്ചവർക്ക്. ഇനിയുണ്ട് കിരീടം. പ്രശംസാ കിരീടമുണ്ട് അല്ലേ? മഹിഴ്ചയിൽ കിരീടം. പിന്നെ അങ്ങനെ പല കിരീടങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് അനേക രാജമുടികൾ ഈ രക്തസാക്ഷികൾക്കും പഴയ വിശുദ്ധന്മാർക്കെല്ലാം കിരീടമുള്ളപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അവർക്ക് അനേക രാജമുടികൾ എന്നല്ല എഴുതിയിരിക്കുന്നത്. വായിച്ചേ, അവിടെ അനേക രാജമുടികൾ. 19:12 വായിച്ചേ. വെളിപ്പാട് ദിവസം 19:12. അവരുടെ തലയിൽ, യേശുവിൻ്റെ തലയിൽ അനേക രാജമുടികൾ ഉണ്ടായിരുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ സിംഹാസനത്തിന് മുമ്പിൽ ഇവർ തീ കലർന്ന പളങ്ങ്. അവർ സാധാരണ രക്തസാക്ഷികളല്ല. വെളിപ്പാട് 21:4 വായിക്കുമ്പോൾ ദൈവവചന നിമിത്തം, യേശുവിൻ്റെ സാക്ഷി നിമിത്തം ഒരു കൂട്ടർ. അപ്പോൾ ദൈവവചനം ആരാ? അത് ആബേൽ മുതൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാക്ഷികളായി ജീവിച്ച് മരിച്ച രക്തസാക്ഷികൾ. മൂന്നാമത്തെ കൂട്ടരാരാ? ഈ മൃഗത്തോട് അതാണ് തീ കലർന്ന, അവരുടെ കഠിന പരിശോധന കൂടെ പോയവരും മണവാട്ടി റേഞ്ചിന് ഈ എന്തുവാ മിസ് വേൾഡിനൊക്കെ പോകത്തില്ലേ? മിസ് വേൾഡിന് പോകുമ്പോൾ പോയിന്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പണ്ടൊക്കെ സൗന്ദര്യം മാത്രമേ, ഇപ്പോൾ അറിവും ആവശ്യമാണ്. ഇപ്പോഴത്തെ മിസ് വേൾഡിന് സൗന്ദര്യത്തൊക്കെ കൂടുതൽ അറിവാണ് ആവശ്യം. അങ്ങനെ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ അറിവിലും ജയിച്ച് വരുന്നവർ ചിലപ്പോൾ ഒരേപോലെ മാർക്ക് തുല്യമായിട്ട് വരും. ഈ സ്കൂൾ യുവജനോത്സവത്തിന് പാലക്കാടും കോഴിക്കോടും കോട്ടയവും തിരുവനന്തപുരം അല്ലെങ്കിൽ നെക്ക് വരുന്ന പോലെ വരും. പക്ഷേ ചില പോയിന്റ് കുറഞ്ഞു പോകും. അങ്ങനെ കുറഞ്ഞവരിൽ നിന്നാണ് പലരും ഈ രക്തസാക്ഷികളായിട്ട് വരുന്നതിൻ്റെ പ്രധാന ഭാവം. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള അനുഭവം, പ്രതിഫലം മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പോൾ സിംഹാസനം ആരെല്ലാം കണ്ടു? പച്ചവില്ല് 24 മൂപ്പന്മാർ, ഒരർത്ഥത്തിൽ സഭയും കണ്ടു, മൂന്നാമത് രക്തസാക്ഷികളെയും കണ്ടു, പളങ്ങിനത്ത് കണ്ണാണെങ്കിൽ. ഇനി 4 ജീവികളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. വായിച്ചേ. സിംഹാസനത്തിൻ്റെ അല്ല, ഇനി ഇവരുടെ സ്ഥലം നോക്കിയേ. ഇവരുടെ പ്രതിഫലം എവിടാ? 7 നമ്മൾ വായിക്കുമ്പോൾ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ അല്ലേ? അതിൻ്റെ 13-ാം വാക്യം വായിച്ചേ. 13-11. അവരെ ദൈവം ഇരുത്തുന്ന സ്ഥലം ഏത്? ആലയത്തിലാണ് കേട്ടോ. അവരെ ദൈവം വസിപ്പിക്കുന്ന സ്ഥലം ആലയത്തിലാണ്. അവർ സിംഹാസനത്തിലോ പുതിയ യെരൂശലേമിലോ അല്ല. അപ്പോൾ രക്തസാക്ഷികളായി മരിക്കുന്നവർ കിട്ടുന്ന സ്ഥലം പുതിയ സ്വർഗത്തിലാണ്. കാരണം സ്വർഗത്തിലാണ് ആലയം ഉള്ളത്. വായിച്ചേ. 7:15 14 വായിക്കാം. തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. പിന്നെ അപ്പം ഈ കൈവിടപ്പെടുന്ന വിശ്വാസികളും വേലക്കാരും പൂർണ്ണരാക്കപ്പെടാൻ വേണ്ടി ഓടിയെങ്കിലും 2 പേപ്പർ തോറ്റുപോയി, വിശ്വാസവും സഹിഷ്ണുതയും. അത് എതിർക്രിസ്തുവിൻ്റെ കാലത്തിൽ അവർ എഴുതിയെടുക്കും. അങ്ങനെ വരുന്നവരെ സിംഹാസനത്തിൽ യോഗ്യരല്ല. അതുകൊണ്ട് ഇപ്പോഴേ വിശ്വാസവും സഹിഷ്ണുതയും ഉണ്ടോ നോക്കണം കേട്ടോ. ചെറിയ കാര്യത്തിൽ പോലും പൊട്ടിത്തെറിക്കുന്ന അനുഭവം. പിന്നെ സഹിഷ്ണുതയില്ലാതെ, വിശ്വാസമില്ലാതെ വിശ്വാസികളുടെ രക്തസാക്ഷി അവർ സിംഹാസനത്തിന് മുമ്പിലേ ഇരിക്കത്തുള്ളൂ. പുതിയ യെരൂശലേമിലല്ല, സിംഹാസനത്തിന് മുമ്പിൽ. അവിടെ എന്തുണ്ടേ? വായിച്ചേ. വൈര്
വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. ആ ആ ഇല്ലല്ലോ, ദേവാലയത്തിൻ്റെ വൈര് ദേവാലയത്തിൽ ഇരുത്തും എന്നുള്ളത് ഇവിടെ. അത് വൈര് 14 അതില്ലേ. ആലയത്തിൽ. അപ്പോൾ ആലയം എവിടെ ഉള്ളത്? പുതിയ യെരൂശലേമിന് ആലയമില്ല, മന്ദിരം അവിടെ കണ്ടില്ല. പിന്നെ രാത്രി അവിടെ ഇല്ല. കുഞ്ഞാടിൻ്റെ വിളക്ക്, കുഞ്ഞാടിൻ്റെ മന്ദിരം. പുതിയ യെരൂശലേമിൽ രാത്രിയും പകലും ഇല്ല. പകൽക്കാലം അതിൻ്റെ ഗേറ്റ് അടയ്ക്കത്തില്ല. വെളിപ്പാട് 21 വായിക്കുന്നുണ്ട്. പക്ഷേ പുതിയ സ്വർഗത്തിൽ രാവും പകലുമുണ്ട്, അവിടെ ആലയമുണ്ട്, വേർഷിപ്പുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെയുള്ളതാണെന്നുള്ളത് നമ്മുടെ ബുദ്ധിയിൽ ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ പോകണ്ട, അത് അവിടെ ചെന്ന് കാണാം. അപ്പോൾ പുതിയ സ്വർഗത്തിലേക്കാണ് ആര് പോകുന്നത്? രക്തസാക്ഷികൾ. പഴയ വിശുദ്ധന്മാരുടെയും വാസസ്ഥലം നമുക്കവിടെ കാണുന്നു. അപ്പോൾ ഇത് വാക്യങ്ങളൊക്കെ പുറകെ ഒരുപാടുണ്ട് കേട്ടോ, അത് പിന്നീടൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പം സിംഹാസനത്തിൽ കർത്താവും സഭയും എടുക്കപ്പെടുന്നു. സിംഹാസനം മുമ്പിൽ രക്തസാക്ഷികൾ, അതിനു പുറകിൽ 4 ജീവികൾ, അതിനു പുറകിൽ മനസ്സാക്ഷ്യം കാലത്തിൽ വിശുദ്ധന്മാർ, അതിൻ്റെയും പുറകിൽ ചുറ്റിൽ ഏറിയ ദൂതന്മാർ. ഇതാണ് ഈ പറഞ്ഞ ക്രമീകരണം. ഇനി വായിക്കാം 4-ാമത്തെ ഇത് 4 ജീവികളെ കുറിച്ചത് വായിച്ചു. സിംഹാസനത്തിന് ചുറ്റും 4 ജീവികൾ, അവയ്ക്ക് മുൻപുറവും പിൻപുറവും കണ്ണ് നിറഞ്ഞിരുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം. ഇവിടെ 4 ജീവികൾ 4 മുഖങ്ങളോട് കൂടി. ഇത് ആക്ഷരികമായ മൃഗങ്ങളാണെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് കേട്ടോ. ഇവർ ആക്ഷരികമായ മൃഗങ്ങളല്ല. നമ്മൾ വെളിപ്പാട് 19 4-ാം വാക്യം വായിച്ചില്ലേ? 4 ജീവികളും മൂപ്പന്മാരും കുഞ്ഞാടിൻ്റെ കല്യാണത്തിനോടുകൂടി ഹല്ലേലൂയ പറഞ്ഞ് ഉല്ലസി വായിച്ചതോട് വായിച്ച് 19:4 വെളിപ്പാട് 19:4. 24 മൂപ്പന്മാരും 4 ജീവികളും. അപ്പോൾ ഇത് മൃഗങ്ങളല്ല, ആ മുഖത്തെ കാണിക്കുന്ന സ്വഭാവത്തെ കാണിക്കുക. 4 വിധമായ ക്യാരക്ടർ അല്ലെങ്കിൽ 4 വിധമായ അനുഭവത്തെ കാണിക്കുകയാണ്. വായിച്ചേ. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ മൃഗങ്ങൾ പറയുമോ? നിത്യതയിൽ സിംഹാസനത്തിൽ മൃഗത്തെ കൊണ്ടുവെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് മൃഗങ്ങളല്ല, ആ 4 ജീവികളുടെ അർത്ഥം പറഞ്ഞുതരാം. അപ്പോൾ അവർ ഹല്ലേലൂയ സ്തുതിച്ച് പാടുന്ന കൂട്ടരാണ്. അപ്പോൾ 24 മൂപ്പന്മാരുടെ മുമ്പിൽ 4 ജീവികളുണ്ട്. കഴിഞ്ഞ കാലത്തിൽ, ഈ കൃപയുടെ കാലത്ത് മുമ്പ് 2 കാലമില്ലായിരുന്നു. ഏദൻ തോട്ടത്തിൽ നിഷ്കന്മഷ യുഗം, അതിനുമുമ്പ് ദൂതന്മാരുടെ യുഗം. ആദാമുവായും ഏദനിൽ വസിച്ച നിഷ്കന്മഷ യുഗമായിരുന്നു. പിന്നീട് മനുഷ്യൻ പാപത്തിൽ വീണതിന് ശേഷം ലോകത്തിലേക്ക് വന്നപ്പോഴാണ് മനസ്സാക്ഷിയും കാലം. ഓരോരുത്തരും അവരുടെ കാലത്ത് യാഗപീഠം പണിത് ദൈവത്തെ സ്തുതിച്ച് വന്നുകൊണ്ടിരുന്നുണ്ട്. എന്നാൽ അടുത്ത് മോശയുടെ കാലം വന്ന് പ്രമാണങ്ങൾ കൊടുത്ത് ന്യായപ്രമാണ കാലം, ഇപ്പോൾ കൃപയുടെ കാലം. അപ്പോൾ ഈ കൃപയുടെ കാലത്ത് തൊട്ട് മുമ്പ് 2 കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യരെ അതേ പ്രമാണത്തിൽ വെച്ച് അവരെ ന്യായം വിധിക്കാൻ ഒക്കത്തുള്ളൂ. അവരുടെ പ്രതിഫലം അത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ മനസ്സാക്ഷ്യം കാലത്തിലെ വിശുദ്ധന്മാരാണ് 24 മൂപ്പന്മാരെന്ന് പറയുന്നത്. അവരുടെ തലയിൽ കിരീടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജീവകിരീടമോ ഓട്ടോ ഓടി തികച്ചതിൻ്റെ കിരീടങ്ങളാണ്. അവർക്ക് സീറ്റുകളാണ് 24 സീറ്റ്, ഓരോ സീറ്റ് കിട്ടും. പിന്നെ അവർക്ക് പിന്നെന്താ ഒന്നുകൂടുണ്ടല്ലോ, വെള്ളവസ്ത്രം, കിരീടം, ഈ സീറ്റ്, 3 കാര്യങ്ങൾ. അത് 24. മണവാട്ടി ഒന്നേ ഉള്ളൂ. 4 ജീവികൾ എന്ന് പറഞ്ഞാൽ 24 കഴിഞ്ഞ് കുറേ കൂടെ റെക്ടിഫിക്കേഷൻ നടക്കുകയാണ്. ന്യായപ്രമാണ കാലം വന്നപ്പോൾ പ്രമാണപ്രകാരം ജീവിച്ചോളൂ. നിൻ്റെയൊക്കെ തോന്നി അല്ലെങ്കിൽ മനസാക്ഷിയിൽ ജീവിച്ചാൽ മാത്രം പോരാ, ഞാൻ തന്ന പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കണം. വെച്ച് കട്ടിയാ. അപ്പോൾ അതിനവർക്ക് പ്രതിഫലം കുറച്ചുകൂടെ കൂടി കിട്ടി. എന്നാലും ഈ ന്യായപ്രമാണ കാലത്തിലെ വിശുദ്ധന്മാരെന്ന് പറയുന്ന ദാവീദ് പോലുള്ള മനുഷ്യർക്ക് ഓരോ സ്വഭാവങ്ങളെ അവർക്കുള്ളൂ. അതിലൊന്നാണ് 4 മുഖങ്ങൾ. വീണ്ടും വായിച്ച് 4:6 വാക്യം. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം. സിംഹം, യേശുവിനെ ഇസ്രായേൽ ഗോത്രത്തിലെ സിംഹം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിംഹത്തിന് മുഖമുള്ള ആളുകൾ, ദാവീദിനെ യൂദാ ഗോത്രത്തിലെ സിംഹം എന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതെന്താ കാണിക്കുന്നത്? അവർക്ക് വിശ്വാസവീരന്മാരായിരുന്നു, വിശ്വാസത്താൽ രാജ്യങ്ങളെ കീഴടക്കി. പക്ഷേ സ്വഭാവം ദാവീദിന് പോയി, വിശുദ്ധിയില്ല. പക്ഷെ ദാവീദ് ദൈവേഷ്ടം ചെയ്തവനായിരുന്നു. എന്നാൽ മറ്റു പലർക്കും, പിസ്ഹാക്ക് ഒരു വിശുദ്ധനായിരുന്നു, പക്ഷെ മറ്റു ചില കാര്യങ്ങളിൽ പൂർണ്ണനല്ലായിരുന്നു. താന് ഇറച്ചിയോട് താല്പര്യവും, ഇല്ലേ, അങ്ങനെ കണ്ണും പോയി. പക്ഷപാതം ഒരു വേറെ രീതിയിലായിരുന്നു. അപ്പോൾ ഓരോ വിശുദ്ധന്മാർക്കും ഓരോ സ്വഭാവത്തിലൊരു
ജയം പ്രാപിച്ചിട്ടാണ് 4 ഒന്നുകൂടെ വായിച്ച്. ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം, രണ്ടാം ജീവി കാളയ്ക്ക് കാള സദൃശ്യം. എന്തേ കാണിക്കുന്നു? ദൈവഹിതം, ദൈവേഷം ചെയ്യണം ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അടുത്തത് മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്. മനുഷ്യൻ, അതായത് സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരാൾ, അല്ലേ? സ്നേഹത്തിൽ ജീവിക്കുന്നു. ഇപ്പം യാക്കോബ് ഒരു സ്നേഹമുള്ളവനായിരുന്നു. അല്ലെങ്കിൽ യാക്കോബിനെ കുറ്റം പറയത്തില്ല, ശരിയാണ്. യാക്കോബ് കുതികാല് പിടിച്ചവനാന്ന് പറയത്തില്ല. ഈ കുതികാല് പിടിച്ചതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞാൽ, ഇവർ ചേട്ടനും അനിയനും ഒന്നിച്ചല്ലേ ഇവിടെ കിടന്നേ? ഗർഭപാത്രത്തിൽ 10 മാസം കിടക്കുന്ന സമയത്ത് ചേട്ടനാണല്ലോ ഹീറോ. അനിയൻ പൊതുവെ ഒരു സാധുവാണ്, പാവമാണ്. യുവായി എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നീടുണ്ടായതാണ്. അപ്പോൾ ചേട്ടൻ ഗർഭപാത്രത്തിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നില്ല അറിയാമോ? ഇതൊന്നും അറിയാത്ത കാലത്തില്ല. അവൻ തേട്ടറാ പോകുന്നു. പോയപ്പോൾ ഇവർ പേടിച്ചിട്ട് അവർ കാലെ പിടിച്ചാ കേട്ടോ. അങ്ങനെ ചിന്തിക്കുക മതി. നീ എവിടെ പോകണം, എന്നെ വിട്ടിട്ട് പോകാമെന്നുള്ളതായ ഭയത്തിനാണ് യാക്കോബ് കാലെ പിടിച്ചത്. ചേട്ടൻ്റെ നമ്മളതിന് അവൻ കുതികാല് പിടിച്ചവനാണ്. കുതികാല് വെട്ടുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, യാക്കോബ് ഒരു സാധുശീലനായിരുന്നു. അവനെപ്പോഴും ആശ്രയജീവിയായിരുന്നു. സ്വന്തമായ പദ്ധതിയും പ്ലാനും ഒന്നും. പക്ഷേ യേശാവതല്ല, അവനൊരു പുരുഷനാണ്. അവൻ പുരുഷൻ്റെ സകല പവർ അവനുണ്ടായിരുന്നു. അവനങ്ങനെ അമ്മയുടെ ശിങ്കിടിയായിട്ട് നിൽക്കത്തില്ല. യാക്കോബൻ എപ്പോഴും ആശ്രയജീവിയായിരുന്നു. അതങ്ങനെ ദൈവം അവനെ സ്നേഹിച്ച്, അവൻ ഏഴയും പാവം ആയതുകൊണ്ടാണ് അവനെ അല്ല മൂത്തവനേക്കാൾ ഇളയവനെ സ്നേഹിച്ചെന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് തിരിച്ചു മറിച്ചുണ്ടാക്കിയതല്ല. മൂത്തവൻ പ്രാപ്തനാണ്, അവനെ സഹായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവൻ പാവമാണ്. അവൻ്റെ അമ്മ തന്നെ ഉണ്ടല്ലോ, ഇവനെ ചതിക്കുകയല്ലേ ചെയ്തത്. സ്വന്തം മകനെ ചതിച്ച് തള്ളയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സ്ഥിരീകരണത്തിന് വേണ്ടി ഇവനെ കൂടെ ചതിച്ചു. അതുകൊണ്ട് ദൈവം അവനെ സ്നേഹിച്ചു. അപ്പോൾ യാക്കോബിനെ ദൈവം സ്നേഹിക്കുകയും യേശാവിനെ ദ്വേഷിക്കുകയും എന്ന് പറഞ്ഞ വ്യാഖ്യാനം ഇങ്ങനെയാണ്. യേശാവ് മിടുക്കൻ, അവനെപ്പം നോക്കേണ്ട ആവശ്യമില്ല, തൻ്റെ കാര്യം നോക്കാൻ പ്രാപ്തനാണ്. പക്ഷേ യാക്കോബ് അതല്ല, അവനെ ദൈവം സഹായിച്ചെങ്കിലും ഒക്കത്തില്ല. അതുകൊണ്ടാണ് ആ ബലഹീനനെ തിരഞ്ഞെടുത്തത്. നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമ്മുടെ കുടുംബത്തിൽ എത്രയോ ശ്രേഷ്ഠന്മാരുണ്ടായിട്ടും നമ്മളൊക്കെ തിരഞ്ഞെടുക്കാൻ കാരണം നമുക്കൊരു ആശ്രയം കിട്ടില്ല, നമ്മൾ നിൽക്കത്തില്ല. സ്വയകാലം നിൽക്കാനുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ടാണ് കർത്താവ് പലരെയും വിട്ടു. ഇപ്പം എൻ്റെ വീട്ടിലും എൻ്റെ ചേട്ടനെ വിളിക്കുന്നത് എന്നെ വിളിച്ചത്, കാരണം എന്നേക്കാൾ പ്രാപ്തനാണ് ചേട്ടൻ. അപ്പോൾ ആ പ്രാപ്തി ഇവിടെ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ബലഹീനരെയും ക്ഷീണിതരെയൊക്കെയാണ് കർത്താവിന് ആവശ്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും. അല്ലെങ്കിൽ അപ്പോൾ അതാണ് യാക്കോബിനെ ദൈവം സ്നേഹിക്കാൻ കാരണം കേട്ടോ. അല്ലാതെ ദൈവം പക്ഷപാതം കാണിച്ചെന്നല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പഴയ വിശുദ്ധന്മാർക്കെല്ലാം ഓരോ സ്വഭാവം. അത് ന്യായപ്രമാണ കാലത്തിൽ ഈ പറഞ്ഞത്, യാക്കോബിൻ്റെ കാലമല്ല. ദാവീദ്, മോശ മുതൽ യേശു വരെയും. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് എന്താ പറയുന്നത്? അവൻ വിശുദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നു, അല്ലേ? പക്ഷേ ദൈവം എന്താ പറയുന്നത്? യേശു എന്താ പറഞ്ഞത്? അവൻ സ്ത്രീകളിൽ ജനിച്ചവൻ വലിയവനാണ്, പക്ഷേ ദൈവരാജ്യത്തിൽ ചെറിയവൻ. യോഹന്നാനെ പോലൊരു മനുഷ്യന് ദൈവരാജ്യത്തിൽ ശ്രേഷ്ഠനാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? അവരുടെ റേഞ്ച് അത്രയേ ഉള്ളൂ. പണ്ട് കാലത്ത് നമ്മുടെ ആൾക്കാരെല്ലാം കാളവണ്ടിയെ പോയി, അല്ലേ? എൻ്റെ കാരണന്മാരെല്ലാം കാളവണ്ടിയാന്ന് പറഞ്ഞ് ഇപ്പം എന്താ പോകത്തെ? ഹലോ, ഞങ്ങൾ അത് ഓരോ കാലഘട്ടത്തിൽ ദൈവം കൊടുക്കുന്ന അനുസരിച്ച് പോകും എന്ന് പറഞ്ഞ പോലെ കാലങ്ങൾ മാറി. ഇപ്പോൾ കൃപയിലേക്ക് വരുന്നു. കൃപയുടെ കാലം അതിനേക്കാൾ കഷ്ടമാണ്, അല്ലാതെ സുഖമല്ല. ന്യായപ്രമാണ കാലത്തിൽ കൊല ചെയ്യുന്നത് പാവമാണെങ്കിലും കോപിക്കുന്നത് പാവമല്ല. അപ്പോൾ കുറേ കൂടെ സയൻറ്റിഫിക്കേഷനിൽ വന്നു. യേശു പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത് കോപിക്കുന്നവൻ കൊലപാതകൻ. വ്യഭിചാരം ചെയ്യണ്ട, ഇച്ഛ മതി. അപ്പോൾ കുറേ കൂടെ സംസ്കരിച്ച് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ പ്രതിഫലം കൂടുന്നത്, ക്രിസ്തുവിൻ്റെ മണവാട്ടി. അപ്പം പഴയ നിയമത്തിൽ ഓരോ വിശുദ്ധന്മാർക്കും ഓരോ മുഖമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് പൂർണ്ണനാകാൻ സാധിച്ചില്ല. അതിനേറ്റതായ പ്രതിഫലം അവർ കൊടുത്തു. അതുകൊണ്ടാണ് സംഖ്യാപുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പാളയത്തിൻ്റെ ചുറ്റും കിഴക്കും പടിഞ്ഞാറൊക്കെ ഇറങ്ങുമ്പോൾ ഓരോ കൊടി, ആ കൊടിയിൽ ഈ ചിഹ്നം ഉണ്ടായിരുന്നാണ് ഒരു കാലത്ത് പറയുന്നത്. നമുക്ക് വ്യക്തമായ തെളിവില്ലെങ്കിലും ഇസ്രായേൽ ആ ചിഹ്നത്തെപ്പറ്റി അവർ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഈ 4 മുഖങ്ങളെ കാണിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ജീവിയിൽ ഈ 4 മുഖം കാണുന്നു. എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നോ? 4ലും വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. അപ്പോൾ എസെക്കിയേൽ 1-ാം അധ്യായത്തിൽ കാണുന്ന കാര്യവും 10-ാം അധ്യായത്തിൽ പുതിയ നിയമസഭയെക്കുറിച്ചാണ്. എങ്ങനെ അറിയാം? 1-4 വായിച്ച്. എസെക്കിയേൽ 1-4. വടക്ക് നിന്നൊരു തീയും പാളിക്കത്തുന്ന. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. ഇതൊന്ന് കണ്ടു. വടക്ക് നിന്ന് ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലെ
മുഴക്കമുണ്ടായി. അവിടെ ഇരുന്നവരുമെല്ലാം തീയിറങ്ങി, തീനാക്കൻ്റെ രൂപത്തിൽ പെന്തക്കോസ്ത് നാൾ. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ കാണുന്നത് പുതിയ നിയമസഭയെക്കുറിച്ചുള്ള കാര്യമാണ്. ആ പുതിയ നിയമസഭയിലെ ഓരോ വിശ്വാസി വേലക്കാരനും മണവാട്ടിയാകണമെങ്കിൽ ഈ 4 മുഖങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതാണ് ഒരു ജീവിയിൽ 4 മുഖം. ഇവിടെ 10-ാം അധ്യായത്തില്ലേ? അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖം ഉണ്ടായിരുന്നോ? 4 വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നോ? 4 കഴുകുമുഖവും ഉണ്ടായിരുന്നു. 4 കഴുകുമുഖം. ഒരു ജീവിയിൽ തന്നെ ഈ 4 മുഖം ഉണ്ടാകണം. അതാണ് യേശു പറഞ്ഞു, എൻ്റെ പിതാവ് സൽഗുണനായിരിക്കുന്ന പോലെ സൽഗുണപൂർണ്ണനായിരിക്കും നിങ്ങളും പൂർണ്ണനാകണം. അല്ല ചുമ്മാ രക്ഷിക്കപ്പെട്ടവല്ല സ്വർഗത്തിൽ പോകും. പക്ഷേ പുതിയ യെരൂശലേമിൽ പോകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് നാം 2 പത്രോസ് 1:4 വായിക്കുമ്പോൾ, അവയാ നിങ്ങൾ ലോകത്തിൻ്റെ മോഹം വിട്ട് ദിവ്യ സ്വഭാവത്തിന് സ്വഭാവ പൂർത്തീകരിക്കുന്നവർക്കാണ് മണവാട്ടി. അല്ല ഒരുപാട് വീരകർമ്മം ചെയ്യുന്നവർ മാത്രമല്ല. വായിക്കാം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി. ന്യായപ്രമാണ കാലത്തിലെ വിശുദ്ധന്മാർക്ക് ഓരോ സ്വഭാവം ഉണ്ടായിരുന്നു. അവർക്ക് 5-8 ഭാര്യമാരൊക്കെ. പക്ഷേ യേശു ഞാനോ നിങ്ങൾ പറയുന്നു ഒരു സ്ത്രീ, ഒരു പുരുഷൻ, ഒരു സ്ത്രീ ഉണ്ടാവും. പ്രമാണം കർശനമാക്കി അത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരും. പിന്നെ വരുമ്പോൾ എന്താ പറയുന്നത്? ലാസ്റ്റ് വരുമ്പോൾ വിശ്വാസിയാണേലും ലോകത്തിലുള്ളവരെങ്കിലും ഇല്ലാത്തവരെ പോലെ ജീവിക്കണം. ഈ അടുത്ത സമയത്ത് നമ്മൾ സാജു അതിനെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടു. സാജു ജോൺ പെന്തക്കോസ്തുകാർ മറ്റൊരാരും പറയാത്തതാണ്. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ കാണുന്ന കന്യകയായവളോ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും. അപ്പോൾ കന്യകയുടെ മനസ്സ് വരുമ്പോൾ പിള്ളേരും കുഞ്ഞുങ്ങളൊന്നും ഇല്ല കേട്ടോ. കുടുംബസ്ഥരെ ഓർത്തോണം. നിങ്ങൾ കർത്താവിൻ്റെ വരെ പോകണമെങ്കിൽ കുടുംബസ്ഥരായി ജീവിച്ച് കുഞ്ഞുങ്ങളൊക്കെ വളർത്തി. ഇപ്പം മൈത്രേ എന്ന് പറഞ്ഞൊരുത്തനെ കാണുന്നില്ലേ? ഒരാളെ കാണുന്നുണ്ടല്ലോ. പുള്ളി പിന്നെ വേറെ രീതിയിലാണ് പറയുന്നത്. പുള്ളി പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്താൻ 20 വർഷം ഞാൻ പ്രതിഷ്ഠയുള്ളവരായി ജീവിച്ചു. അന്യ സ്ത്രീകളെ നോക്കിയെടുക്കുക ചെയ്യാതെ മാതൃകാപരമായി 20 വർഷം കൊണ്ട് ഞാൻ എൻ്റെ കൊച്ചിനെ വളർത്തി പ്രായപൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ നീ പൊക്കോ സ്വതന്ത്രമായിട്ട് ജീവിച്ചു. ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധമല്ല, നീയും ലോകവും ദൈവവും അല്ല, ദൈവമൊന്നുമല്ല അങ്ങനെ. അതിനുശേഷം ഞാൻ ഫ്രീ ആയെന്ന് പുള്ളിക്കാരത്ത് പറയുന്നു. മനസ്സിലാവുന്നു? ഇപ്പോൾ എൻ്റെ ചിന്ത കാഴ്ചപ്പാടും എന്നിലേക്ക് തന്നെ. ഇതുപോലെ കുടുംബസ്ഥരെന്നും കുടുംബസ്ഥരായി ജീവിക്കാനല്ല നിങ്ങളെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ കുടുംബജീവിതം ചെയ്യണം, കല്യാണം കഴിക്കണം, കുടുംബജീവിതം. മക്കളെയും എന്ത് ചെയ്യണം? സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കാനാണ്. അവരെ കാശുണ്ടാക്കുന്ന ചരക്കായിട്ട് മാറ്റുകയല്ലേ വേണ്ടത്. അവരെയും നിങ്ങൾക്കെന്ന്, ഞാനും യഹോവ എനിക്കെന്ന മക്കളും. യെശയ്യാ പറയുന്നുണ്ട്, നിങ്ങൾ ഈ മറ്റു ചില പെന്തക്കോസ്തുകാരുടെ ഉപദേശം കേട്ടിട്ട് മൊത്തം കെടുക്കരുത്. ഇപ്പം അവർ തന്നെ പറയാൻ തുടങ്ങിയല്ലോ, കർത്താവിൻ്റെ വരവ് അടുക്കും തോറും ചിന്ത മാറണം. പിള്ളേരെ, മക്കളെ, കൂടെ കല്യാണം, ഈ ഇതെല്ലാം നോഹയുടെ കാല സംബന്ധിച്ച് മാറിയിട്ട്, ഇതെല്ലാവരും അല്ല കേട്ടോ, യേശുവിൻ്റെ പേരിൽ എടുക്കപ്പെടുന്നവർക്കാണ്. ഓരോ ചിന്തയിലേക്കുണ്ട് യേശു ക്രിസ്തു ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം. അപ്പം പിന്നെ കുടുംബമൊക്കെ മാറും. അല്ലാതെ അവസാനം വരെ ഇങ്ങനെ കുടുംബജീവിതം ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം സ്വർഗ്ഗത്തിൽ പോകാമെന്ന് കർത്താവിൻ്റെ ഒരു ബന്ധം നടക്കുന്ന കാര്യമല്ല. അവസാനത്തിലേക്ക് ഒരു മണവാട്ടിയാകണമെങ്കിൽ കന്യകയുടെ മനസ്സുണ്ടായിരിക്കണം. ആ കന്യകയുടെ മനസ്സെന്ന് പറഞ്ഞാൽ ദൈവത്തെ അല്ലാതെ മറ്റൊന്നും മനസ്സിലില്ല. അങ്ങനല്ലേ? വിവാഹ നിശ്ചയം ചെയ്തതായ മണവാട്ടിയുടെ ലോകപ്രകാരം നോക്കി അവൾക്ക് പിന്നെ ഭർത്താവ് അപ്പനും അമ്മയൊന്നുമല്ല. അവൾ ഫോണിൽ കൂടെ തൻ്റെ കാമൂരില്ല എന്താ പറയും, എക്സ്പോസ്ഡ് ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം സ്വന്തം അപ്പം വന്ന് വിളിച്ചാൽ അമ്മ ശല്യമായല്ലോ എന്ന് പറയുന്നില്ലേ? കാരണം അതാണ് രസം. അപ്പോൾ അതുപോലെ 7-ാം അധ്യായത്തിൽ കന്യകയായവളോ കർത്താവിനെ എങ്ങനെ. അപ്പോൾ കുടുംബസ്ഥനും ചിന്തിച്ചോണം, നിങ്ങൾ യേശുക്രിസ്തുവിനെ വരെ പോകണമെങ്കിൽ അവസാനം നിങ്ങൾ വളർന്ന് നിങ്ങളുടെ മനസ്സും ദൈവത്തിൻ്റെ മനസ്സിലേക്ക് മാറണം. പിന്നെ അവിടെ നിങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ, ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും എല്ലാം ഒരുപോലെ ആയിത്തീരും. നിങ്ങൾക്കെന്ന് പറഞ്ഞ് സ്വന്തമില്ല. ആ സ്റ്റേജിലേക്ക് വന്നെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ഒരു വേലക്കാരും അത് തന്നെയാണ്. അപ്പച്ചനെ, അമ്മച്ചി, ബന്ധുക്കോസം, മതം, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. വേലക്കാർ ഓർത്തോണം. അപ്പോൾ അങ്ങനെയുള്ളവരെ ചിലപ്പോൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അങ്ങനെ ആ ഏകാഗ്രതയിലേക്ക് പോകുന്ന വേലക്കാരെ ചിലപ്പോൾ കൂട്ടുവേലക്കാർ ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ നടത്തിപ്പുകാർ ഇഷ്ടപ്പെടത്തില്ല. കാരണം അവരുടെ താല്പര്യമല്ലല്ലോ. എങ്ങനെ അറിയാം? 102-ാം സങ്കീർത്തനം 102-4 വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുവിയെ പോലെ. പിന്നെ 102-ന്റെ 6 ശൂന്യ സ്ഥലത്ത്
2:6 6 വാക്യം വായിച്ചേ. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. മരുഭൂമിയിലെ വേഴാമ്പൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരുഭൂമിയിലെ വെള്ളം കിട്ടത്തില്ല. ഏതാ? മഴ പെയ്യാത്ത സ്ഥലമാണ് മരുഭൂമി. വേഴാമ്പലിന് മഴ പെയ്തെങ്കിലും വെള്ളം കുടിക്കാൻ, കാരണം ഈ തൊണ്ട കീറി കിടക്കുക. വേഴാമ്പലിന് ഈ തൊണ്ട ഇങ്ങനെ ദ്വാരമുണ്ട്. അപ്പോൾ അതിങ്ങനെ കുനിഞ്ഞ് വെള്ളം കുടിക്കാൻ ഒക്കത്തില്ല. അതിന് മേലോട്ട് ഇരിക്കുമ്പോൾ വെള്ളം നേരെ വീഴണം. അത് മഴ കൊണ്ട് മാത്രം. അപ്പോൾ ദൈവത്തെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണ് വേഴാമ്പൽ. അതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവസാനം, കേട്ടോ, തെറ്റുപറ്റരുതേ. അവിടെ ഇവിടെയെങ്കിലും ഒരു ഉപദേശം കേട്ടിട്ട് എങ്ങനെയും ജീവിച്ചു പോകാമെന്ന് വിചാരിക്കും. അവസാനം വരുമ്പോൾ നമ്മൾ ഈ ചാകാൻ പോകുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ നെടുന്നീളായിട്ട് കിടന്നുകൊണ്ട് ശ്വാസം വലിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവർ മേലോട്ട് കണ്ടിങ്ങനെ ദൃഷ്ടി പതിപ്പിക്കും. എന്നിട്ട് ഒരു വലിയുണ്ട് അല്ലേ? ആ വലിക്കുമ്പം പിള്ളേർ ഇവിടെ കിടന്ന് അപ്പച്ചോ ഞങ്ങളെ വിട്ട് പോവുകയാണോ എന്ന് ചോദിച്ചാൽ പുള്ളി ശ്രദ്ധിക്കത്തില്ല. പുള്ളിക്ക് ലക്ഷ്യത്തിലെത്തണം. അതിന് വലി തുടങ്ങിയിരിക്കുക. അപ്പോൾ ഇവിടെ കിടന്ന് എന്തെല്ലാം പറഞ്ഞാലും വിഷയമല്ല. ആരെല്ലാം കിടന്ന് വെള്ളം ഉണ്ടാക്കി പുള്ളി ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. ഇതുപോലെ കർത്താവിൻ്റെ വരവെടുക്കും തോറും ഇതിനെല്ലാം നമ്മൾ വിട്ട് നമ്മുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുപോയി ആ ലക്ഷ്യത്തിൽ ആത്മമണവാളിലേക്ക് ലയിക്കുക. ഹിന്ദുക്കൾ പറയുന്ന പോലെ ബ്രഹ്മത്തിലേക്ക് ലയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലയിച്ചങ്ങ് പോവുകയല്ല. ആ ബ്രഹ്മം ദൈവത്തിങ്കിലേക്ക് നമ്മൾ, അതാണ് നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അപ്പം മരുഭൂമിയിലെ വേഴാമ്പൽ. അടുത്തത് ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ശൂന്യസ്ഥലത്ത് മൂങ്ങായ്ക്കുള്ള കുഴപ്പം എന്താ? മൂങ്ങയുടെ മുഖം കണ്ടാൽ മൃഗം പോലെ, ഉടൽ കണ്ടാൽ പക്ഷി. ഇത് പക്ഷിയുടെ കൂട്ടത്തിൽ ചെന്നാൽ അവർ കൊത്തി ഓടിക്കും. എന്താ കാരണം? ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. മൃഗത്തിൻ്റെ കൂട്ടത്തിൽ പോകാൻ അതുമില്ല. ഇതുപോലെ ശരിയായ ഒരു വിശ്വാസിയും വേലക്കാരനും ശരിയായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കൂട്ടുവേലക്കാർ നിങ്ങളെ കൊത്തി ഓടിക്കും. നിങ്ങളുടെ കുടുംബക്കാർ കുത്തി ഓടിക്കും. ആ വീട്ടുകാർ തന്നെ ശത്രുക്കൾ എന്ന് പറയും. അതല്ല, എല്ലാം കോംപ്രമൈസ്, നാളെ കോംപ്ലിമെൻ്റ് എന്തോ കോംപ്രമൈസ് ആക്കി ജീവിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർക്ക് വളരെ നരകത്തിലേ പോകത്തുള്ളൂ. ശരിയായി വേർപാട് ജീവിതം ചെയ്യിക്കുന്ന വേലക്കാരെന്നും കുറേ വേലക്കാർക്ക് ശത്രുക്കളാണ്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ എന്നെ കാണുന്നില്ലേ? നമ്മൾ ഈ സത്യത്തിന് വേണ്ടി നേരെ നിൽക്കുന്നതുകൊണ്ട് TPM-ലെ ഒരു കൂട്ടം ആൾക്കാർക്ക് നമ്മളോട് താല്പര്യമേ ഇല്ല. അതേസമയം അവരുടെ താല്പര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യൂ? അപ്പച്ച കുടിക്കുക എന്നിട്ട് വേണം ആയുസ് ചെയ്യാതെ ചാകാൻ. അപ്പോൾ ഇതാ നല്ലത്. സുന്ദരമണിയൊക്കെ എന്നോട് ഒരിക്കൽ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് LEC ചെന്നപ്പോൾ നമ്മൾ അറിയപ്പെട്ടൊരു പ്രധാനം അതാണ്, ചെറിയാങ്കുഞ്ഞെ സൂക്ഷിച്ചോണം. ഒരു കൂട്ടരെ പറ്റി പറഞ്ഞാൽ ഇതിനകത്തൊരു കൂട്ടരെ ഒന്നുകിൽ നക്കിക്കൊല്ലും അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും. കേട്ടോ? ഒന്നുകിൽ കൊല്ലും. കാരണം സ്നേഹം കൂടിയാലും കൊല്ലും. സ്നേഹം കൂടി എന്താ? കൊടുത്തു കൊല്ലും. അച്ഛന്മാർ എഴുതി വെച്ചു കേട്ടോ. സ്നേഹം കൂടിയാൽ കൊടുത്തു കൊല്ലും, സ്നേഹം ഇല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും. ഇവനെ പിന്നെ വെച്ചിട്ട് കാര്യമില്ല. സത്യമല്ലേ? എന്താ ബെന്നി മോനെ, ശരിയാന്നോ? സത്യമാണ് കേട്ടോ. അതുകൊണ്ട് ഓരോരുത്തരും സൂക്ഷിച്ചോണം. നിൽക്കേണ്ടടുത്ത് നിന്നാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിൻ്റെ കഥ അധോഗതിയോ. ഒന്നുകിൽ ഞെക്കിക്കൊല്ലും അല്ലെങ്കിൽ എങ്കിയോ പുള്ളി തല വെട്ടിക്കുന്നല്ലോ. ഇങ്ങോട്ട് നോക്ക. ഒന്നുകിൽ ഞെക്കിക്കൊല്ലും അല്ലെങ്കിൽ പറയടോ നക്കിക്കൊല്ലും. പുള്ളി അനുഭവസ്ഥനാന്ന് തോന്നുന്നു, അതുകൊണ്ട് വിഷം കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചോണം കേട്ടോ. ഒന്നുകിൽ നക്കിക്കൊല്ലും. ഇത് ഞാൻ സുവിശേഷ വേല വന്ന് ആദ്യത്തെ ചാർജിൽ പോകുമ്പോൾ അന്നത്തെ പ്രധാന മുതലായ സുന്ദരമണിയൊക്കെ LEC എന്ന് പറഞ്ഞ മോനെ ഇതൊക്കെ ശരിയാണ്, പക്ഷേ ഇതിനകത്തൊരു കൂട്ടരുണ്ട്. ഒന്നുകിൽ നക്കിക്കൊല്ലും അല്ലെങ്കിൽ ആരോനെ ഞെക്കിക്കൊല്ലും. കഴിഞ്ഞ ദിവസം ഞാൻ ആരോൻ്റെ ഒരു ദർശനം കണ്ടു കേട്ടോ. ആരോനെ ദൈവം വളരെ സ്നേഹിക്കുന്നുണ്ട്. ഞാനൊരു ദർശനം കണ്ട് ആരോനെ വിളിച്ചിട്ട് പറഞ്ഞുടാ, നിന്നെക്കുറിച്ചൊരു ദർശനം കണ്ടു. ഒന്ന് നീ എവിടെയോ പോയി കടയിൽ പോയി ഐസ്ക്രീം ചെല്ലുന്ന അവസാനം ആ ഐസ്ക്രീം തിന്ന അവസാനം അവിടെ വലിയ പ്രശ്നം ഉണ്ടാകുന്നു, നീ വല്ലാത്ത കഷ്ടത്തിലാവുന്നു. രണ്ടാമത് നീ നിൻ്റെ സ്കൂളിലെങ്ങാണ്ട് വെച്ച് നിങ്ങളെല്ലാം കൂടി ഇവർ നിൽക്കുക, വഴക്കുണ്ടായി ഒരു കൊച്ചിനെ തള്ളിയിട്ട് 2 പല്ലെല്ലാം ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ വിചാരിച്ചു ഇവനായിരിക്കുന്നു. അപ്പോൾ ഇവൻ പോയി ബേക്കറിലൊക്കെ പോയി കഴിക്കാൻ പോയി, സാറ് തന്നെ വിലക്കി. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിയെ തള്ളിയിട്ട് 2 പല്ല് പോയി. കണ്ട് ദർശനം അതുപോലെ ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോക്കോ, ഇവനെല്ലാം തള്ളിയിട്ട് കേട്ടോ. ഇവൻ ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്ന പാർട്ടിയാണ്. കുറേ കഴിയുമ്പം കളിക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് കൂട്ടുകെട്ടൊക്കെ സൂക്ഷിച്ചു വേണം ഈ കാലത്ത് പോകാൻ. ശരിയല്ലേടാ? അപ്പോൾ ഇപ്പോൾ അതിനുശേഷം എനിച്ചിരി വിശ്വാസം ഭക്തിയും കൂടിയാണ്. എന്നെക്കുറിച്ച് ദൈവത്തിന് കരുതലുണ്ടല്ലോ കേട്ടോ. അപ്പോൾ സ്തോത്രം. അതുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെക്കുറിച്ചും കരുതലുണ്ട്.
സൂക്ഷിച്ചോണം. ആവശ്യമില്ലാത്ത കൂട്ടുകമ്പനിക്ക് പോകരുത്, വേണ്ടാത്തടത്ത് പോയി ഐസ്ക്രീം തിന്നാൻ പോകരുത്, വേണ്ടാത്ത ഒന്നും തിന്നാൻ പോയി കൂട്ടുകെട്ടിന് പോകരുത്, അപകടമാണ്. അപ്പം ഇതാണ് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 4 ജീവികൾ. പിന്നെ ഈ 4 ജീവികളുടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ജീവി, അവർ ഒരേ ഭാഷയും കൂടാണ് നൽകിയിരിക്കുന്നത്. വായിച്ച്, അവർക്കെല്ലാം 10:11 അവർക്കെല്ലാം ഒരേ ഭാഷ. കാരണം അവർക്ക് 2 ഭാഷയില്ല, മറുഭാഷയല്ല കേട്ടോ. വായിച്ച് എസെക്കിയേൽ 10:11 പെട്ടെന്ന് വായിരേ. 10:11 വായിര. അവയ്ക്ക് 4 ഭാഗത്തേക്കും പോകാം. തിരിവാൻ ആവശ്യമില്ലാതെ തല നോക്കുന്ന ഇടത്തേക്ക് അതിൻ്റെ പിന്നാലെ അവ പോകും. പോകുമ്പോൾ തിരിയുകയില്ല. അവയുടെ ദേഹത്തിനെങ്ങും മുതുകില്ല. കയ്യിലും ചിറകിലും ചക്രത്തിലും 4-നുമുള്ള ചക്രത്തിൽ തന്നെ ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു. 1:10 വായിച്ച്. 10:11 1:10 അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യ സദൃശ്യമുണ്ടായിരുന്നോ? 4-ന് വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നോ? 4-ന് കഴുകുമുഖവും ഉണ്ടായിരുന്നോ? ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ, അവയുടെ ചിറകുകൾ, അവയുടെ മുഖങ്ങൾ. അപ്പം ഈ 4 മുഖങ്ങളിൽ ഒരു മുഖം നിത്യജലം മാറും കേട്ടോ. ഈ 4 മുഖങ്ങളിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം അതിൽ ഒരു മുഖം മാറ്റപ്പെടും. കാരണം അത് ഭൂമിയിൽ വെച്ചുള്ള മുഖമാണ്. ഏതാ? ദാസ്യവേല. ദാസന്മാരെ പോലെ നാം വേല ചെയ്യുന്ന ഭൂമിയിലാണ്. അതുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ ആ കാളമുഖത്തിന് പകരം കെരൂബിൻ്റെ മുഖമായിട്ട് മാറും. വായിച്ചേ 10:18 വായിച്ചേ. 10:18 പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകൾ മീതെ വന്നു നിന്നു. അപ്പോൾ കെരൂബുകൾ ചിറകു വിടർത്തി ഞാൻ കാണുക ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്ക് പടിവാതിൽക്കൽ ചെന്ന് നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ നിന്നു. 10:14 വായിച്ചു. ഓരോന്നിനും 4 മുഖമുണ്ടായിരുന്നു. ഒന്നാമത്തെ മുഖം കെരൂബ് മുഖം. ഇപ്പോൾ കാളമുഖം മാറി കെരൂബിന്റെ മുഖമായി മാറി. ഒന്ന് കെരൂബിന്റെ മുഖം, പിന്നെ ഒന്നാമത്തെ കെരൂബ് മുഖവും രണ്ടാമത്തേത് മാനുഷ്യമുഖം, പിന്നെ മൂന്നാമത്തേത് സിംഹമുഖവും, മൂന്നാമത്തെ സിംഹമുഖം, നാലാമത്തേത് കഴുകുമുഖവും ആയിരുന്നു. പിന്നെ ഇനി ദാസന്മാരല്ല. കർത്താവ് പറഞ്ഞു, യേശുക്രിസ്തു ഭൂമിയിലിരിക്കുമ്പോൾ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ദാസന്മാരാണ്, ഞാൻ ഗുരുവാണ്. പോകാൻ നേരത്തു ഇനി നിങ്ങൾ ദാസരല്ല, എൻ്റെ സ്നേഹിതരാണ്. അപ്പം മുമ്പ് കർത്താവിൻ്റെ സ്നേഹിതന്മാരാരായിരുന്നു? ദൂതന്മാരായിരുന്നു. ഇപ്പോൾ ആരാ? പുതിയ നിയമസഭ. അതുകൊണ്ടാണ് ഇനി നിങ്ങൾ ദാസരല്ല, എൻ്റെ സ്നേഹിതന്മാർ. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, പുനരുത്ഥാനത്തിൽ നിങ്ങൾ ആരെ പോലെയാകും? ദൂതന്മാരെ പോലെയാകും. അപ്പം നാം നിത്യതയിൽ ദാസ്യത്വമില്ല, അവിടെ കെരൂബുകളായിട്ട് മാറുകയാണ്. ദൂതന്മാരെ പോലെ നമുക്ക് എവിടെയും പോകാൻ, സഞ്ചരിക്കാം, എവിടെയും യാത്ര ചെയ്യാം. അതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ എന്നെ പലരും പല രാജ്യങ്ങൾ കാണാൻ വിളിക്കുന്നുണ്ട്, മിനിസ്ട്രിക്കും വിളിക്കുന്നുണ്ട്. ചോദിച്ചാൽ ചിലപ്പം പാസ്റ്റർ എബ്രഹാം അനുവദിക്കും, അല്ലെങ്കിൽ പണ്ടേ അനുവദിക്കുമായിരുന്നു. ഇനി അനുവദിച്ചില്ല തന്നെ നമുക്കൊരു അത്യാവശ്യം ഇപ്പോൾ ഇസ്രായേൽ പോയി കാണണമെന്ന് ഞാൻ കണ്ടിട്ട് വരാം, ഒരു കുഴപ്പമില്ല, ഇല്ലയോ? ഉണ്ടോ? അപ്പോൾ പോയിട്ടെല്ലാം വരുമ്പം മദ്രാസിൽ നിന്ന് ഓർഡർ വരും, ചെറിയാങ്കുഞ്ഞിക്ക് വാ, ഇരുമ്പല്ലൂർ വന്നിരുന്നോളാൻ പറയും. ഇവിടെ അതിനെന്നാ, ഇരുമ്പല്ലൂരല്ലേ ഏറ്റവും സുഖം, അല്ലേ? ഇരുമ്പല്ലൂരെ പോലെ ഇത്രയും സന്തോഷമുള്ള സ്ഥലമാണ്. അപ്പം എന്ന് വെച്ചുകൊണ്ട് പോകുന്നില്ല. എന്താ കാരണം? ഇനി 1000 വർഷം മുഴുവൻ കിടക്കുക. അപ്പോൾ അന്ന് ഈ ശരീരവും വേണ്ട, പാസ്പോർട്ടും വേണ്ട, NOCയും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് മുഴുവൻ ലോകം നിമിഷങ്ങൾക്കുള്ള ഞൊടിയിടയിൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും പോകാം. ഇസ്രായേൽ ഭരണകർത്താക്കന്മാരായി നമ്മൾ മാറും. ഈ പ്രത്യാശയോടെ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കെരൂബ് മുഖം, അവർക്കെല്ലാം ഒരേ ഭാഷ. അത് കണ്ടോ? എസെക്കിയേൽ ഏത് വാക്യം? അത് 10:10 വായിച്ചേ. അവിടെ കാഴ്ചയോ 4-ന് ഒരു ഭാഷയായിരുന്നു. ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം ഉള്ളതുപോലെ തന്നെ. അവയ്ക്ക് 4 ഒരേ ഭാഷയായിരുന്നു. 1:19-20 കൂടെ വായിച്ച്. അപ്പോൾ കെരൂബുകൾ ചിറകു വിടർത്തി ഞാൻ കാണുക ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാതിൽക്കൽ ചെന്ന് നിന്നു. ഇവിടെ വേറൊരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ 3 കാര്യങ്ങളോട് കാണുന്നു. ഒന്ന് ചക്രം, ജീവി, ആത്മാവ്, അല്ലേ? ജീവികളുടെ ആത്മാവ് ചക്രത്തിന്മേലായിരുന്നു. പിന്നെ അന്ന് വായിച്ച്, ജീവികളുടെ ആത്മാവ് ചക്രത്തിന്മേലായിരുന്നു. അപ്പോൾ അതേതെ കാണിക്കുന്നു? 21 വായിരം.
ഓരോന്നിനും 4 മുഖവും 4 ചിറകും ഉണ്ടായിരുന്നു. ചിറകിൻ കീഴെ മനുഷ്യ കൈ പോലെ ഒന്നുണ്ടായിരുന്നു. അവയുടെ മുഖം ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം എന്താ? അത് പുതിയ നിയമസഭയുടെ നടത്തിപ്പിനെ കാണിക്കുകയാണ്. പുതിയ നിയമസഭയാണ് ഈ 1-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പം ജീവികൾ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളാണ്. ജീവികളുടെ ആത്മാവ് ഏതാ? പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമുക്കുണ്ട്. ദൈവാത്മാവ് നമ്മൾ വസിക്കുന്നു. പക്ഷെ ചക്രമുണ്ട്. ചക്രം എന്തിനാണ്? ഒരു പ്ലെയിൻ ഭൂമിയിലേക്ക് വരുമ്പോഴാണ് ചക്രം. ചക്രമില്ലെങ്കിൽ എന്ത് ചെയ്യും? നാളെ സംഭവിച്ചിട്ടില്ലേ? ആ ചക്രത്തിന്മേൽ ഈ പ്ലെയിൻ ഉരുളണം. ഇവിടുന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചക്രം മേലോട്ട് അകത്ത് കയറിയിരിക്കും, പ്ലെയിൻ്റെ അകത്തോട്ട് വലിച്ചിരിക്കും. പക്ഷെ ഭൂമിയിൽ വരണമെങ്കിൽ ചക്രം വേണം. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ എന്നും ആത്മാവ് ജീവിക്കാനും നോക്കത്തില്ല. ചിലർ ആത്മാവ് ജീവിക്കാതെ ചുമ്മാതാ. ആത്മാവിൽ ജീവിക്കുമ്പോൾ മാനുഷിക നടത്തിപ്പുകൾക്കൊന്നും അവിടെ ബാധകമല്ല. നിങ്ങളോ ഞാനോ ആത്മാവിൽ നമ്മെ നടത്തുന്ന സമയത്ത് ഒരു മാനുഷിക നടത്തിപ്പിന് നമ്മുടെ മേൽ കർത്തൃത്വം ഇല്ല. പക്ഷേ എപ്പോഴും എന്നും അങ്ങനെ ജീവിക്കുക. അപ്പോഴാണ് നടത്തിപ്പുകാരാവശ്യം. അതാണ് നമ്മുടെ സഭയ്ക്ക് ഒരു വലിയ പ്രാധാന്യം. നടത്തിപ്പെന്ന് പറയുന്നത് വലിയ സത്യമുണ്ട്. അത് കറക്റ്റായിരിക്കും. എല്ലാ വേലക്കാരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യൽ കൃത്യമായ നടത്തിപ്പായിരിക്കും. അപ്പോൾ ആ നടത്തിപ്പിനറിയാം എപ്പോൾ നമ്മൾ മാറണം, എപ്പോൾ എന്ത് ചെയ്യണം എന്ന് അവർ പറയും. നമ്മൾ വിചാരിക്കും അതൊക്കെ ചുമ്മാ അതല്ല. അതാണ് ചക്രം. അപ്പോൾ ഭൂമിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നടത്തിപ്പ് ആവശ്യമാണ്. ഭൗമിക കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആത്മീയരല്ലാത്ത സ്റ്റേജുകളിൽ ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ചക്രം ആവശ്യമാണ്. ആ ചക്രത്തിലൊന്നാണ് നമ്മുടെ കൂട്ടായ്മ. നമ്മൾ ആത്മീയത്തെ തികഞ്ഞാൽ പിന്നെ കൂട്ടായ്മയുടെ ആവശ്യമില്ലല്ലോ. ദൈവത്തെ പോലെ ആയില്ലേ? അപ്പോൾ ആകാത്തത്തോളം കാലം ഈ മാനുഷിക നടത്തിപ്പെല്ലാം നമുക്ക് ആവശ്യമാണ്. അതിനാണ് ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ തികഞ്ഞവർ 3 സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പറഞ്ഞോളും. ആൾക്കാർക്ക് അറിയത്തില്ലെങ്കിലും ആ നടത്തിപ്പിനൊക്കെ മുകളിൽ കൂടെ ഒക്കെ പോകും. അതുകൊണ്ടാണ് ചിലർ ചോദിക്കത്തില്ലയോ, ഇതൊക്കെ എന്താ അധികാരത്തോടെ ചെയ്യുന്നു? നടത്തിപ്പുകാർ അനുവദിച്ചോ? അതൊക്കെ മേളിൽ നിന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നടത്തിപ്പുകാർ അനുവദിക്കും. അപ്പം അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. അതാണ് ചക്രവും ആത്മാവും. പരിശുദ്ധാത്മാവിന് നടത്തിപ്പുണ്ട്, ദൈവം ആക്കി വച്ചിരിക്കുന്ന വിശുദ്ധന്മാർ നടത്തിപ്പുകാരുമുണ്ട്. എസ്തേറിന് മൊർദെഖായി പരിശുദ്ധാത്മാവിന് സദൃശമെങ്കിൽ ഹേഗായി എന്ന് പറഞ്ഞ ഷണ്ണന്മാരുണ്ട്. ഇത് രണ്ടിനും നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളെ നടത്തിയവരെ ഓർത്ത് കീഴടങ്ങിയിരിപ്പിൻ. അവരുടെ അവസാനത്തെ നമ്മൾ ഓർക്കണം. ആ നടത്തിപ്പുകാർ അവസാനം എങ്ങനെ വിജയം പ്രാപിച്ചു പോയി. തോറ്റുപോകുന്നവരുണ്ട്. തോറ്റുപോകുന്നതിന് നമുക്ക് വിഷയമല്ല. ചില തോറ്റവരെ പറയാൻ പോവുക. റോമാലയത്തിൽ എബ്രായത്തിൽ പറയുന്നു, നാശത്തിലേക്ക് പോകുന്നൊരു കൂട്ടത്തിലല്ല നമ്മൾ, വിശ്വസിച്ച്. അവിടെ എത്ര പേര് വീണ്, എത്ര പേര് വേലപ്പെട്ട് പോയി. ഇനി ഒരുപാട് പോകും. അവസാനം തോറും പലരും ഒന്നിൽ മരിച്ചു പോകും. അല്ല, ഒരുപാട് പേര് ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുകയല്ല. കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ ദൈവം ഒരു അവസരം കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക്, 2-ാം സ്റ്റേജ് കഴിഞ്ഞ് 3-ാം സ്റ്റേജിലേക്ക് പോകാനുള്ള ആ അനുഭവം ഇല്ലാത്തതുകൊണ്ട് അവിടെ അവസാനിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ മരിക്കുന്നത്. ഇനി ചിലർ വിട്ടുപോകും, കാരണം അവർക്കിത് മനസ്സിലാവുന്നില്ല. അപ്പം മാനുഷിക നടത്തിപ്പിനെ ധിക്കരിക്കാൻ പോരുത്. 2, ദൈവത്തിനറിയാൻ നമ്മളെങ്ങനെ നടത്തണം. അപ്പോൾ മൊർദെഖായുണ്ട്, ഹാഗായുണ്ട്. ഈ 2 നടത്തിപ്പ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കൂട്ടായ്മയും കളയരുത്. നിങ്ങൾ പൂർണ്ണനാണെങ്കിൽ പിന്നെ വരണ്ട കേട്ടോ. ഈ പറഞ്ഞ തികവിലേക്ക് എത്തിയാൽ പിന്നെ സഭായോഗത്തിൻ്റെ ആവശ്യമില്ല. അത് പരിശുദ്ധാത്മാവിലൊക്കെ പോയാൽ മതി. അല്ലാത്തവർക്ക് ആ പൂർണ്ണതയിലെത്തും വരെയും ഇതാവശ്യം. രക്ഷകന്മാർക്കും ഗ്രഹവിചാരന്മാർക്കും നാം കീഴ്പ്പെട്ടിരിക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ. അപ്പം 3. ഇനി ദൂതന്മാർ അതിന് ചുറ്റും. അതാണ് 5:11 വായിച്ചു കഴിയും. 5:11 വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 11-ാം വാക്യം. അവിടെ ഏറിയ 10,000 ദൂതന്മാർ അതിന് ചുറ്റും നിൽക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവിയുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടോ. അവരുടെ എണ്ണം 10,000 10,000 1000 ആയിരുന്നു. 1:24 എസെക്കിയേൽ 1:24 വായിക്കുമ്പോൾ ഈ പറഞ്ഞ സഭ വലിയ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ളതായ സന്തോഷം അവർക്കുണ്ടാകുന്നുണ്ട്. എപ്പോൾ? കുഞ്ഞാടിൻ്റെ കാന്ത റെഡിയായി കഴിയുമ്പോൾ. 1:24 അവ പോകുമ്പോൾ ചിറകുകളുടെ ഇരച്ചിൽ വലിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും, വലിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും, സർവശക്തിന്റെ നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരവം പോലെയും ഉള്ള. സഭയെ അവിടെ ഏതോട് ഉപമിച്ചിരിക്കുന്നു? സഭ ഒരു സൈന്യത്തോട് ഉപമിച്ചിരിക്കുക. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ
ഘോഷം കേൾക്കുന്ന. അപ്പോൾ ഒരു സൈന്യത്തോട് ഈ സഭയോട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സ്വർഗത്തിലെ സൈന്യം വായിച്ച് 19-ന്റെ 14 വാക്യം വായിച്ച്. അപ്പം ഈ 1-ാം അധ്യായത്തിൽ കാണുന്ന സൈന്യം എന്ന് പറയുന്നത് സഭയ്ക്ക് തരലാണ്. അപ്പം 19-ൽ വായിച്ച 14-ാം സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് സൈന്യത്തോട് ഉപമിച്ചിരിക്കുകയാണ്. അതിവിടെ കാണാം. നിന്റെ സേനാ ദിവസത്തിൽ 110-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ നാലോ, നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധമായിരിക്കും. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് നിന്റെ ജനം നിനക്ക് സ്വമേധദാനമായിരിക്കും. ഏതാണ് സേനാ ദിവസം? കർത്താവിന്റെ വരവ്. അത് സൈന്യങ്ങൾ യുദ്ധത്തിന്റെ അല്ല. സേനാ ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പം ആർമി ഡേ ഒക്കെ ഇല്ലേ, ആർമി ഡേ ഉണ്ട്, നേവൽ ഡേ ഉണ്ട്, എയർഫോഴ്സ് ഡേ ഉണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിലാണ് അവർ വലിയ ഡാൻസും അല്ലെങ്കിൽ അവരുടെ അവതരണങ്ങളും അവരുടെ പുതിയ കണ്ടുപിടുത്തങ്ങളും സൈന്യത്തിൻ്റെ മികവെല്ലാം കാണിക്കുന്നതാണ് ഈ ആർമി ഡേ എന്ന് പറയുന്നത്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എറണാകുളത്തൊക്കെ ഇരിക്കുന്ന സമയത്ത്, അല്ല എറണാകുളത്ത് അവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ എറണാകുളത്ത് പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആർമി ഡേ അവരുടെ പരേഡും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത് യുദ്ധ ദിവസമല്ല, സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് ആരാത്? സഭ എടുക്കപ്പെടുന്നു. ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് ആ വാക്കുകൾ വായിച്ച് 110 ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് അതിന് മേളിൽ വായൊരു സൗകര്യം. ഉഷസ്സിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരും. ആരാ ഉഷസ്സിൻ്റെ ഉദരം? ഉഷസ് ആരാ? അതാണ് യെശയ്യാ 54 വായിക്കുമ്പോൾ അവൻ സന്തതിയെ കണ്ട് ദീർഘായുസ് പ്രാപിച്ചു. 53-ന്റെ 10-11 അല്ലേ? എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ തകർത്തപ്പോൾ യേശു കാണുന്ന ആരെയാ? തൻ്റെ സന്തതി, ഒരു സഭയെ താൻ കണ്ടു. അതുകൊണ്ടാണ് താൻ സന്തോഷത്തോടെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതാ നിവൃത്തിയായി. നിങ്ങൾ ഈ 8 കണ്ടിട്ടുണ്ടല്ലോ. 8 മറ്റുള്ളതിൽ നിന്ന് വളരെ വിശേഷമായ ഒരു ജീവിയാണ്. ശലോമോൻ അതിനെ വർണ്ണിച്ചിട്ടുണ്ട്. കർത്താവായ യേശുവിനും പ്രതിഷ്ഠിക്കപ്പെട്ട വേലക്കാരനും ഒരു പൂർണ്ണപ്പെട്ട വിശ്വാസിക്ക് നേടലാണ് ഒരു 8. അത് പിന്നീട് ഒരിക്കൽ നമുക്ക് വിവരിക്കാം. അപ്പോൾ ഈ 8 ഗുണം അതിൻ്റെ അവസാനം നോക്കിയേ, ഒരു സഞ്ചി തൂക്കിക്കൊണ്ട് പോകും. കുഞ്ഞുങ്ങളാ എല്ലാം. വേറെ എങ്ങും താൻ സൂക്ഷിച്ചത് എൻ്റെ ഉദരത്തിലാണ് എന്നെ സൂക്ഷിക്കുന്നത്. ഉദരത്തിൽ ഈ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് പോകും. കുറേ കഴിയുമ്പോൾ നമ്മൾ കാണാം 8 തോടിങ്ങനെ അന്തരീക്ഷത്തിൽ കാണും. ഇതാ കാരണം ഈ കുഞ്ഞുങ്ങൾ ഇതിനെ തിന്നും. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. അങ്ങനെ കുഞ്ഞുങ്ങൾ വളർന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇത് കാര്യമാകും. കർത്താവ് തൻ്റെ മാംസവും രക്തവും തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്ന് ഒരു സന്തതികളെ താൻ കണ്ടു. അതാണ് പുതിയ നിയമസഭ. അതിനെ സൈന്യത്തോട് ഉപയോഗിച്ചു. സേനാ ദിവസത്തിൽ സ്വർഗത്തിലെ സൈന്യം. എവിടെയായി സൈന്യം? ഉത്തമഗീതം വായിച്ച് 6-19 വായിച്ച്. ഇംഗ്ലീഷ് വായിട സോങ്സ് ഓഫ് സോങ് 6:19. മലയാളത്തിൽ 7-1 വായിച്ച്. അല്ല 6-ന്റെ അവസാനം കേട്ടോ. മലയാളത്തിൽ 7-1 വായിച്ച്. മടങ്ങി വരിക ശൂല്യംകാരത്തി, മടങ്ങി വരിക, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. മടങ്ങി വരിക, മടങ്ങി വരിക. നിങ്ങൾ മഹനീമിലെ നൃത്തത്തെ പോലെയും ശൂല്യംകാരത്തിയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. മലയാളത്തിൽ വായിക്കുന്നു. ഈ ശൂന്യമയ്ക്ക് എന്താ വിഷയം? മഹനീയമിലെ നൃത്തം. ഏതായി മഹനീയം? മഹനീയം എന്ന് പറഞ്ഞാൽ പട്ടാള ക്യാമ്പാ. ശലോമോൻ്റെ കാലത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തെ പട്ടാള ക്യാമ്പ് പോലെ ഇവിടുത്തെ പട്ടാള ക്യാമ്പാണ് മഹനീയം എന്ന് പറഞ്ഞത്. എന്താ മഹനീയം പട്ടാള ക്യാമ്പാക്കാൻ കാരണം? യാക്കോബ് തിരിച്ചു വരുന്ന സമയത്തിൽ പത്നാരാമി തിരിച്ചു വരുമ്പോൾ അവനൊരു സ്ഥലത്ത് നിന്ന് ക്യാമ്പ് അടിക്കുമ്പോൾ എന്ത് ചെയ്തു? ദൂതന്മാരുടെ ഒരു സൈന്യം വരുന്നതായിട്ട് കണ്ടു. 32-ലോ 32-ന്റെ യാക്കോബ് തന്റെ വഴിക്ക് പോയി. ദൈവത്തിന്റെ ദൂതന്മാർ അവനെ എതിരേറ്റ് വന്ന് യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സേനകൾ. അപ്പോൾ ദൈവത്തിന്റെ സേനകളെ കണ്ടുമുട്ടിയ സ്ഥലം പിൽക്കാലത്തിൽ ഇത് സലോമോൻ അത് പട്ടാള ക്യാമ്പാറ്റി മാറ്റി. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ സേനാ ദിവസമുണ്ട്, ആർമി ഡേ. ആ ദിവസത്തിൽ അവർ 2 സൈന്യങ്ങൾ, ഇന്റേണൽ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും. പണ്ട് ഈ അനൗൺസ്മെൻറ്റ് മൈക്കൊന്നും ഇല്ലാത്ത കാലത്തിൽ രാജാക്കന്മാർ ഈ 2 പേരെ നൃത്തം കളിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ആർമി ഡേയിൽ ഇവിടെ 2 മോതിരമുണ്ട്. ഒന്ന് ഈ വിരലിലും ഒന്ന് ഈ വിരലിലുമാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി എന്ന് പറയത്തില്ല, ആഭ്യന്തരവും പ്രതിരോധവും, ഡിഫൻസ് ആൻഡ് ഹോം മിനിസ്റ്റർ. അപ്പോൾ രാജാവ് ഇങ്ങനെ ആദ്യത്തെ മോതിരം കാണിക്കുമ്പോൾ ഇവരുടെ കളി തുടങ്ങും. അടുത്ത മോതിരം കാണിക്കുമ്പോൾ ഇന്റേണൽ ഫോഴ്സിൻ്റെ, നമ്മൾ പറഞ്ഞാൽ പോലീസും പട്ടാളവും. അപ്പോൾ 2 ഫോഴ്സ് അവർക്കുണ്ടായിരുന്നു.
ഇവരുടെ പരേഡ് നടക്കുന്ന സ്ഥലവും ക്യാമ്പുമാണ് ഈ മഹനീയം. അപ്പോൾ മഹനീയമിൽ നൃത്തത്തെ പോലെ നിങ്ങൾ ശൂനേമത്തേക്കായി. അപ്പം 2 ഫോഴ്സിൻ്റെ അനുഭവമാണ് സഭയ്ക്ക്. ഏതാണ് 2 ഫോഴ്സ്? വായിച്ച്, ഇംഗ്ലീഷ് വായിച്ച്. 6ൻ്റെ ലാസ്റ്റ്. ഓ ശൂലേമിറ്റി. Return, O Shulamite, return, O Shulamite. Return, that we may look upon thee. ശ്രദ്ധിക്കുക, return, we may look upon thee. What will ye see in the What Shulamite? will you see? നിങ്ങൾ എന്താ അതിനകത്ത് കണ്ടത്? ഇത്രയും വിശേഷത എന്താ? ഈ ശൂലേമിത്തി നിങ്ങൾ കണ്ട വിശേഷത എന്താ? What you will see in that Shulamite, as it were the company of 2 armies. എന്നാൽ ശൂലേമിത്തിലുള്ള വിശേഷത എന്താ? As it were the company of 2 armies. 2 പട്ടാളങ്ങൾ ചേർന്നാണ് മണവാട്ടി. ഏതാ 2 പട്ടാളം? സിയോനും യെരൂശലേമും. വേലക്കാരും വിശ്വാസികളും 2 ചേർന്നാണ്. അതാണ് തമ്മിൽ ഇണക്കിയ നഗരം. നോക്കണം, തമ്മിൽ ഇണക്കിയ നഗരം. ട്വിൻ സിറ്റി എന്ന് പറഞ്ഞ പോലെ ഇത് ഒറ്റ സിറ്റിയാണ്, പക്ഷേ 2 പേരുണ്ട്. എവിടെ ഇത് തുടങ്ങിയത്? അപ്പോൾ ഈ ശൂനേമത്തിൽ നിന്ന് സഭ ഉത്ഭവിച്ചെവിടാണ്? ലോകസ്ഥാപനത്തിന് സഭയുണ്ടല്ലേ? എഫേസ്യർ 1:4 വാക്യത്തിൽ വായിക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ നിങ്ങളെ തിരഞ്ഞെടുത്തു. വായിച്ചു. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ സഭയുണ്ട്. ആരിൽ? കർത്താവ് പറഞ്ഞില്ല, ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ അതിനെ. ഏത് മന്ദിരം? തന്നിലുണ്ട് സഭ. വചനമായ ക്രിസ്തുവിൽ വചനമായ സഭ ഒളിച്ചിരിക്കുക. ആദാമിനെ മുറിച്ചപ്പോൾ, തകർത്തപ്പോൾ അവ വെളി വന്നു. പുത്രനെ തകർത്തപ്പോൾ സഭ വെളി, സന്തതി വെളി വന്നു. അപ്പോൾ ഇതുപോലെ അതാണ് ക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ആ ക്രിസ്തുവിൽ ഈ സഭയുണ്ട് ലോകസ്ഥാപനത്തിന് മുൻപേ. ലോകസ്ഥാപനത്തിന് മുമ്പ് ആരുണ്ട്? ക്രിസ്തു. എന്നാൽ മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ ലോകസ്ഥാപനം മുതൽ അടിക്കപ്പെട്ട കുഞ്ഞാട്, മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി യേശു ലോകസ്ഥാപനം, മനുഷ്യൻ്റെ വീഴ്ചയുടെ കാലം മുതൽ താൻ ശരീരത്തിൽ പാടനുഭവിക്കേണ്ടി വന്നു. അതാണ് ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാട്. മറ്റൊരു ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻകുറിക്കപ്പെട്ട കുഞ്ഞാട്. അതെന്തിനാ? സഭയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെയായിരുന്നു. മനുഷ്യൻ പാപത്തിന് വേണ്ടിയില്ലായിരുന്നെങ്കിൽ ഈ കാൽവരി മരണമൊന്നും ആവശ്യമില്ലായിരുന്നു. അതിന് വേറെ യാഗം മതിയായിരുന്നു. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ നിയമിക്കപ്പെട്ട കുഞ്ഞാട് സഭയ്ക്ക് വേണ്ടി. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാട് പാപത്തിൽ വീണ മനുഷ്യർക്ക് വേണ്ടി. അപ്പോൾ 2 കാര്യങ്ങളായിരുന്നു. അതാണ് എബ്രായർ ലേഖനം 10-ാം അധ്യായത്തിൽ 10-ഉം 14-ഉം വാക്യത്തിൽ ആ വിഷയം പറയുന്നുണ്ട്. എബ്രായർ 10:10-ഉം 10:14. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും 14 വായിക്കുക. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. 4 മുഖങ്ങളുടെ അവകാശികളായിട്ട് സഭ വരികയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഒരേ യാഗത്തിൽ ഒരു യാഗം മതിയായിരുന്നു. പക്ഷെ ഇവിടെ 2 കാര്യം വേണം, ഇല്ലേ? കല്യാണത്തിന് ഒരുക്കി കൊണ്ടുവന്ന കൊച്ചിനെ ഒരുക്കിയെടുത്തെന്നുള്ള സത്യമായിരുന്നു. പക്ഷേ പോകുന്ന വഴിക്ക് കുഴി വീണു. ഇനി എന്ത് ചെയ്യണം? ആദ്യം കുഴിയിൽ നിന്ന് വലിച്ചെടുക്കണം, ഈ മേൽ കഴുകണം, പിന്നെ വീണ്ടും ധരിപ്പിക്കണം. അപ്പോൾ 2 പണിയായിപ്പോയി. അപ്പോൾ ഇതാണ് യേശു നമുക്ക് വേണ്ടി ചെയ്തത്. ഇപ്പോൾ ലോകസ്ഥാപനം മുതൽ അല്ലെങ്കിൽ ആ ഇഷ്ടത്തിൽ ഒരേ യാഗത്താൽ എന്ന് 2 വാക്യം കാണുന്നു. 10-14 പ്രയർ 10-14. അപ്പോൾ അതാണ് സഭ. അപ്പോൾ ഇവിടെ വായിച്ചല്ലോ, ആ സിറ്റ് വേർതി ഒന്നുകൂടെ വായിച്ച്, ആ സിറ്റ് വേർതി കമ്പനി ഓഫ് 2 ആർമീസ്. 2 പട്ടാളം അതിനകത്തുണ്ട്. അതാണ് പെന്തക്കോസ്ത് നാളിൽ എന്ത് ചെയ്തു? ജനമെല്ലാം ഒന്നിച്ചു കൂടിയിരുന്നു. 120 പേര്, അല്ലേ? ആയിരക്കണക്കിന് മനുഷ്യർ അപ്പം തിന്നു സൗഖ്യമൊക്കെ പ്രാപിച്ചെങ്കിലും സത്യവചനം കേട്ട് നിത്യജീവൻ്റെ മൊഴികൾ കേട്ട് പത്രോസ് വിളിച്ചു, നിങ്ങൾക്ക് പോവാം. എല്ലാവരും പോയില്ല, ഇനി നീ പോക്കോ. അപ്പോൾ അവരെന്താ പറഞ്ഞേ? അപ്പോൾ പത്രോസ് എന്താ പറഞ്ഞു? ആ കാലത്ത് എന്താ പറഞ്ഞ? പറ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടി ഞങ്ങളെങ്ങ് പോയി വാസിക്കും, നിന്നെ വിട്ടിട്ടടി ഞങ്ങളെങ്ങ് പോയി വാസിക്കും, നീയല്ലോ. ഹല്ലേലൂയ. അപ്പോൾ നിത്യജീവന്റെ വഴികളും ഉപദേശങ്ങളും സത്യങ്ങളും അറിയാവുന്ന ഒരു കാലത്ത് വിട്ടുപോകത്തില്ല. അപ്പോൾ പലരും CPM-നെ കുറിച്ച് ഇങ്ങനെ പറയാം, നിങ്ങളുടെ സഭയെക്കുറിച്ച് ഇങ്ങനെ പറയില്ലേ, അല്ലേ? എന്താ പറയും? അവരെങ്ങും വിട്ടുപോകത്തില്ല. എന്തെല്ലാം പറഞ്ഞാലും എത്ര കുത്തി പ്രസംഗിച്ചാലും അവർ പോകത്തില്ല. പ്രസംഗിക്കുന്നതിന് കണ്ടോണ്ടാണ്? അല്ല, ഉപദേശം അറിയാം.
ചിലപ്പോൾ പ്രസവിക്കുന്ന നാളെ പോകും, എന്നാലും ബാക്കിയുള്ളവരോട് കാണും. അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആരെ നോക്കി? ആ വിശ്വാസമുള്ളവരെ പണ്ട് പറയാറ്, ചൂലും കെട്ടടിച്ചാലും പോത്തില്ലെന്നാണ് പറഞ്ഞതാണ്. അങ്ങനെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പന്മാർ പറയും. കാരണം അവർ നോക്കിയത് ഇവിടുത്തെ ഉപദേശിമാരെയും പാസ്റ്റർമാരെയും അമ്മച്ചിമാരെയും അല്ല, വിശ്വാസത്തിന് നായകരും അവൻ്റെ ഉപദേശങ്ങൾ പഠിച്ചവരാരും അവനെ വിട്ടു പോകത്തില്ല. അല്ലാതെ രോഗശാന്തിക്കും പിശാചിനെ ഓടിക്കാൻ വന്നവരും ഭൂതം പുറത്താക്കിയവരും കുറേ കഴിയുമ്പം അവർക്ക് അനുഗ്രഹം കിട്ടില്ല, അവർക്ക് പോകും. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തുകൊണ്ടിരുന്നാൽ നിൽക്കും, അല്ലാത്തവർ പോകും. പക്ഷേ അവരെല്ലാം ഒരു കാലത്ത് കർത്താവ് പിരിച്ചുവിടും, എല്ലാത്തിനും പിരിച്ചുവിട്ടു. ബാക്കി ശേഷിച്ച ഒരു ഗ്രൂപ്പ്, അവരെത്ര പേരാ? 120 പേര്. അവർ പെന്തക്കോസ്ത നാളിൽ സിയോൻ ഊട്ടുശാലയിൽ കയറിയിരിക്കുമ്പോൾ ഈ കാണുന്ന 1-ാം അധ്യായത്തിൽ 4-ഉം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം കാണുന്ന പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി. എത്ര പേരുണ്ട്? 120. പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ എത്ര ഗ്രൂപ്പായി? 2, അല്ലേ? എത്ര എണ്ണം? 120 2ആയിട്ട് പിരിച്ചു. 108-ഉം 12. 108 ആരാ? വിശ്വാസികൾ. 12 പേരാരാ? അപ്പോസ്തലന്മാർ. ആ 12-ൽ 108 സഭയുടെ ആരംഭം. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ആര്? സഭ. അതാണ് ലേവ്യ പുസ്തകത്തിൽ 7 ഉത്സവങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. 23-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ 7 ഉത്സവം, പെസഹ മുതൽ കൂടാര പെരുന്നാൾ വരെയും ഉള്ള 7 ഉത്സവങ്ങൾ പുതിയ നിയമസഭയ്ക്ക് നിഴലാണ്. നമ്മൾ ഒരിക്കലും ഇവിടെ പറഞ്ഞതാണ്. അപ്പോൾ ആ 7 ഉത്സവങ്ങളിൽ ഒന്നാണ് ഏത്? രണ്ടപ്പം. പുതിയ ധാന്യം കൊണ്ട് നിങ്ങളുടെ വാസസ്ഥലത്തിൽ നിന്ന് കൊണ്ടുവന്നുണ്ടാക്കിയ രണ്ടപ്പം. അതെങ്ങനെ ആയിരിക്കും? ഒരു മരക്കാലിൽ 23:15 വായിച്ച്, ലേവ്യ പുസ്തകം 23:15. ഒരു മരക്കാലിൽ, ഒരു ചങ്ങഴിയിൽ ഉണ്ടാകുന്ന മാവ് എടുത്തുകൊണ്ട് രണ്ടപ്പത്തെ ഉണ്ടാക്കണം. മാവൊന്ന്, അപ്പം 2. അത് പുളിപ്പിച്ചു വിട്ടായിരിക്കണം. ഇത് യഹോവയ്ക്ക് ആദ്യ വിളവ്. അപ്പം ആ സഭയെന്ന് പറയുന്നത് 2 ഗ്രൂപ്പുണ്ട്, വേലക്കാരും വിശ്വാസികളും. 2 ചേർന്നാണ് പുതിയ സഭ. ആ 12-ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് 144. മനസ്സിലായോ? അന്നത്തെ 12-ൻ്റെ കർത്താവിൻ്റെ വരുന്നത് വരെ ഈ 12 അപ്പോസ്തലന്മാർ മാത്രമല്ല. ചില പറയും 12 അപ്പോസ്തലന്മാർ മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാ? അന്ന് സഭയിൽ അപ്പോസ്തലന്മാർ വേണമെങ്കിൽ ഇന്നും വേണ്ടേ? ദൈവസഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, ഒന്ന് വരുന്നത് 12-8. അപ്പോൾ അന്ന് അപ്പോസ്തലന്മാരുണ്ടെങ്കിൽ ഇന്നും ഉണ്ട്. ഇപ്പം നിങ്ങൾ അപ്പോസ്തലന്മാരല്ല എന്ന് വെച്ചുകൊണ്ട് അല്ലാത്തവരാണ് ഉണ്ട്. അപ്പോൾ ദൈവസഭ ഉള്ളിടത്തോളം കാലം അപ്പോസ്തലന്മാരുണ്ട്. യേശു പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ അയച്ചും ഇത് മനസ്സിലാകാത്തവരിങ്ങനെ പോളിഷ് ചെയ്ത് പോകും. അങ്ങനെയല്ല. യേശു പറഞ്ഞു, ലോകാവസാനത്തോളം ആ 12 അപ്പോസ്തലന്മാർ പോയെങ്കിലും അവരുടെ സ്ഥാനത്ത് വേറെയാണ്. ജവഹർലാൽ നെഹ്റു മരിച്ചെങ്കിലും ആ സ്ഥാനത്ത് ഇപ്പോൾ മോദിയുണ്ട്. പ്രധാനമന്ത്രിമാർ മരിക്കും, പക്ഷേ സ്ഥാനം ഇപ്പോഴും ഉണ്ട്. അവരുടെ ഉപദേശം കേട്ടാണ് സഭ നിലനിൽക്കുന്നത്. എല്ലാവരും അപ്പോസ്തലന്മാരല്ല. ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും എഫേസ്യർ 4:11 മുതൽ. അപ്പോൾ ഈ ഉപദേശം കേട്ടാണ് വളരേണ്ടത്. ശരിയായ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വളരണം. അതാണ് അപ്പോസ്തലികമായ സഭ. അപ്പോൾ സഭയുള്ളിടത്തോളം കാലം അപ്പോസ്തലന്മാരുണ്ട്. ഇനി വേദവസ്തു തന്നെ പറയുന്നില്ലയോ? അപ്പോസ്തലപ്രവൃത്തി 14:14 ബർന്നബാസും പൗലോസും അപ്പോസ്തലന്മാരെന്നാണ്. അപ്പോൾ 12 അല്ലല്ലോ, അവിടെ തന്നെ 14ആയി. പിന്നെ തീത്തോസ് പ്രതീക്ഷിക്കപ്പെട്ട് അന്ന് കാലത്തും വന്നിരുന്നു. പക്ഷെ പിന്നീട് ആൾ കുറവായപ്പോൾ വിശ്വാസികളിൽ നിന്ന് മൂപ്പന്മാരെ, എൽഡേഴ്സ് സഭയ്ക്കാക്കി വെച്ച് സഭ പരിപാലിച്ചുകൊണ്ടിരുന്നു. അതാണ് സഭയുടെ നിയന്ത്രണം. അപ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കണം. അഹ്റോനെ പോലെ വിളിച്ചവർക്കല്ലാതെ ഈ വേല ചെയ്യാനൊക്കത്തില്ല, ഇവിടെ നിൽക്കാനൊക്കത്തില്ല, ഓടുമല്ലോ. നിങ്ങളെയൊക്കെ പിടിച്ച് വിശ്വാസം വീട്ടിലാക്കിയാൽ വിളിയില്ലെങ്കിൽ ഓടും. ശരിയായ വിളിയില്ലാതെ വരുന്നവരുണ്ടല്ലോ. പാസ്റ്റർമാരെ കണ്ടും മദർമാരെ കണ്ടും ഇവിടുത്തെ ഇതെല്ലാം കണ്ടിട്ട് വെള്ളപക്ഷമൊക്കെ വരുന്നവരുണ്ട് ഇടയ്ക്ക്. അവർ കുറേ കഴിയുമ്പോൾ പോവും. ചില പരീക്ഷയിലാകപ്പെട്ട് പോവും. പരീക്ഷയിലാകപ്പെടാതിരിക്കാൻ ഉണർന്നിന്ന് അങ്ങനെ പോകുന്നവരിലെല്ലാം നിലനിൽക്കുന്നവരാണ്. അവസാനത്തോളം സഹിച്ചിരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ അതാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ അപ്പോസ്തലന്മാരെല്ലാ കാലത്തും ഉണ്ട്. അവർ സഭയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവനെ കൊടുക്കുന്നവരായിരിക്കും. കള്ള അപ്പോസ്തലന്മാരുണ്ടല്ലോ, 1-ാം നൂറ്റാണ്ടിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പ്രസംഗം കേട്ടിട്ട് ഇത് ശരിയല്ല അത് ശരിയല്ലെന്ന് പറഞ്ഞ് പുറകെ പോകരുത് കേട്ടോ. നിങ്ങൾക്ക് ഉപദേശം ഇളച്ചു കിട്ടാൻ, ജീവിതം കുറേ കൂടെ സുഖമാക്കാൻ ആൾക്കാരിങ്ങനെ പറയും. പക്ഷേ ഉപദേശം തന്നെയാണ്. അപ്പോൾ 12 അപ്പോസ്തലന്മാർ മാത്രമല്ല, ആ 12 വന്ന് ഈ 12 പേര് CPM-കാരാണ്. ഈ ആദിമസഭയിലെ 12 അപ്പോസ്തലന്മാർ CPM-കാരല്ലല്ലോ. CPM ഇപ്പോഴല്ലേ ഉണ്ടായത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും ഏത് ലോകത്തിലും ഏത് കൂട്ടായ്മയിലും ഇതേ റേഞ്ചിൽ, വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിൽ കാണുന്ന റേഞ്ചിലേക്ക് വരുന്ന
വിശുദ്ധന്മാരാണ് 144. പുതിയ നിയമസഭയിലെ അപ്പോസ്തലർ അല്ലെങ്കിൽ വിശുദ്ധന്മാരാണ്, വേലക്കാരാണ്, ശുശ്രൂഷകരെ കാണിക്കുകയാണ് 144. വിശ്വാസികൾക്കും വരാം. പറഞ്ഞാൽ എന്ത് ചെയ്യണം? തങ്ങളെല്ലാத்தைയും തിരിച്ചിട്ട് ആ റേഞ്ചിലേക്ക് പറഞ്ഞു, അത്രയേ ഉള്ളൂ. വിശ്വാസികൾ വരുത്ത വിശ്വാസികളല്ല പിന്നെ വരുന്നത്, ഞാൻ വിശ്വാസിയായിരുന്നിട്ടല്ലേ വന്നേ. അപ്പോൾ ആർക്കും വരാം. അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവർ എല്ലാവരും പണ്ട് പറയുമായിരുന്നു. അത് തെറ്റാണ്. ഏതാ അധികം അഹങ്കാരം കൂടി പറഞ്ഞ് എല്ലാം തട്ടിപ്പോയി. അത് 12 അപ്പോസ്തലന്മാരെ തുടങ്ങി 1, 2, 3, 4, 10 നൂറ്റാണ്ടെല്ലാം കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിലല്ലേ ഇപ്പം TPM ഉണ്ടായത്. ഇപ്പം TPM അതിൻ്റെ ഒരു ഭാഗം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ വന്ന് 144,000 തികയുമ്പോൾ സഭയും തികയും. അപ്പോൾ വേലക്കാരുടെ, അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ ആ റേഞ്ചിൽ വന്ന വേലക്കാരുടെ എണ്ണമാണ് 144,000. തുടക്കം 12, വിശ്വാസികൾ 108. ആ 108 തികയുന്നതാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ. അപ്പോൾ അതിന് എണ്ണമുണ്ട്. അവസാനത്തെ വിശ്വാസിയും കൂടെ തികഞ്ഞു കഴിയുമ്പോൾ കാഹളം ഊതും. കാഹളം ഊതാത്തതിൻ്റെ കാരണം ഇതുവരെ തികഞ്ഞിട്ടില്ല. അങ്ങനെ പഠിക്കണം. അല്ല ഒരു സങ്കുചിത മനസ്സോടുകൂടി CPM എന്ന് പറഞ്ഞുകൊണ്ടൊരു ബാഗിലൂടെ പഠിക്കരുത്. വചനം വിശാലമായിട്ട് ബൊറേബ വിശ്വാസികളെ പോലെ വിശാലമായിട്ട് പഠിക്കണം. അത് എനിക്ക് ഭാഗ്യം, ഞാൻ CPM ജനിച്ചൊന്നുമല്ലല്ലോ. സാർവത്രികമായ കാതോലികോ അപ്പോസ്തലികമായ സഭയുടെ മെമ്പറായി ജീവിച്ചു വന്നിട്ട് ഞാൻ ഇവിടെ ഒന്ന് ചുരുക്കേണ്ട ആവശ്യം എനിക്കെന്താണ്? ഇവിടുത്തെ സത്യം ഞാൻ ഉൾക്കൊണ്ട്. അതുകൊണ്ട് CPM കാരനാന്ന് പറഞ്ഞാലും എനിക്കത് സന്തോഷമല്ല. ഞാൻ ക്രിസ്തുവിൻ്റെ ദാസൻ, ദൈവസഭയുടെ അംഗത്വം. അതിപ്പോൾ TPM നാൾ CPM ആയിരുന്നു, TPM നാള് NDC ആയിട്ട് മാറിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത കാലത്ത് NDC ആക്കാൻ പോകുന്നത് കേട്ടു. പേര് മാറ്റി NDC ആക്കും, ന്യൂ ടെസ്റ്റ്മെൻ്റ് ചർച്ച്, പുതിയ നിയമസഭ. ആയിക്കോട്ടെ, അതിന് എന്തെങ്കിലും പേര് വെച്ചു, അത് രജിസ്ട്രേഷൻ ലോകത്തിന് കൊടുക്കുന്നതാണ്. പക്ഷേ സഭ നമ്മളാണ്. അങ്ങനെ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി കാണപ്പെടുന്നു. അപ്പം 144,000 പേരെന്നുള്ളത് പുതിയ നിയമസഭയിലെ ശുശ്രൂഷകരിൽ നിന്ന് തന്നെ ശ്രേഷ്ഠരായി വരുന്നവരാണ്. അതിൽ വിശ്വാസികൾക്കും വരാം, തെറ്റൊന്നുമില്ല. പക്ഷേ വിശ്വാസികളുടെ പൂർണ്ണസംഖ്യ അതാണ് 108 തുടങ്ങി. പെന്തക്കോസ്ത് നാൾ 108 തുടങ്ങി. അത് വന്ന് ആ പൂർണ്ണസംഖ്യ തികയോളം, ജാതികളുടെ പൂർണ്ണസംഖ്യ തികയോളം ഇസ്രായേലിന് ഇനിയില്ല. സിയോനെ പണിത്, മഹത്വത്തിൽ യെരൂശലേമിനെ പണിത്, രണ്ടും കൂടെ ഒന്നിച്ച് പണിയാണ്. അതാണ് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ സഭ. അതിൽ കാണുന്നവരെ ഭാഗ്യം. അവിടെ കൂടെ വാതി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. യേശു വേഗം വരുന്നു. അവൻ വരുമ്പോൾ അവൻ്റെ വരവിൽ നമുക്ക് കാണപ്പെടാൻ. ഹല്ലേലൂയാ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയാ. ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയാ, സ്തോത്രം. യേശുരാജൻ വരവേറ്റം സമീപം, ആനന്ദം പ്രിയരേ. യേശുരാജൻ വരവേറ്റം സമീപം, ആനന്ദം പ്രിയരേ. യേശു